നമ്മൾ അസ്ബാബുകൾ നേടേണ്ടവരാണ്. ഭക്ഷണം അള്ളാഹുവിനോട് ചോദിക്കുന്ന റിസ്ക്, അങ്ങാടി പോയി സാധനം വാങ്ങിക്കണ്ടേ, അത് അതിന്റെ സബബാണ്. പെരീക്ക് അള്ളാഹു തആല കൊണ്ടുവരുമോ? ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആകാശ ലോകത്തിന് സ്വർണം വെള്ളി ഇറങ്ങുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ജോലി ചെയ്യണം, അധ്വാനിക്കണം. ഒരു കൂട്ടം ചെറുപ്പക്കാർ മദീന പള്ളിയിൽ കുറെ ദിക്റും കൂടിയിരുന്നു, അവർ ഒരു പണിക്കും പോകുന്നില്ല. ഉമർ തങ്ങൾ ചോദിച്ചു, അല്ല കൂട്ടരെ, നിങ്ങൾക്ക് എവിടുന്ന തിന്നാനും കുടിക്കാനൊക്കെ? അത് പിന്നെ ആരെങ്കിലുമൊക്കെ തരുമല്ലോ, അവിടെ നിന്ന് കിപ്പ വരാന്ന് പറഞ്ഞു ഉമർ തങ്ങൾ വടിയേറ്റു ഒന്ന് ഓടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ വിചാരിച്ചോ ആകാശ ലോകത്ത് ദീനാറും ദിർഹമും മുമ്പ് ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? പോയി പണിയെടുക്കും, എന്നിട്ട് മതി നിങ്ങളുടെ ഈ ജോലി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആട്ടിയോടിച്ചിട്ടുണ്ട്. എന്തേ? അസ്ബാബുകൾ സ്വീകരിക്കണം, നമ്മൾ കാരണങ്ങൾ നമ്മൾ തേടണം, അപ്പോഴേ കാര്യം അല്ലാഹു നടത്തി തരും. പക്ഷേ ആ കാരണങ്ങൾ ഇല്ലാതായാൽ എന്ത് ചെയ്യും? സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാം മക്കളില്ല, 90 വയസ്സ് കഴിഞ്ഞു, ഭാര്യ പ്രസവിച്ചിട്ടുമില്ല. ഭാര്യ ഷി വാസ് ബാരൻ, അവര് മച്ചിയായ പെണ്ണാണ്. ഭാര്യക്ക് അത്ര തന്നെ വയസ്സുണ്ട്, വൃദ്ധയായിട്ടുണ്ട്, കുട്ടിണ്ടാവും ഒരു പ്രതീക്ഷയില്ല. സക്കരിയ നബി പറയുന്ന വാക്ക് നോക്കണേ. സക്കരിയ നബിയുടെ മെഹ്റാബ് ഉണ്ട്. മെഹ്റാബ് എന്ന് പറഞ്ഞാൽ ശരിക്കും റൂം എന്ന അർത്ഥം. അപ്പൊ നമ്മൾ ഇമാമ് നിൽക്കുന്ന ഒരു എൻക്ലൈവിന് മെഹ്റാബ് എന്ന് പറയും. പക്ഷെ മെഹ്റാബ് എന്ന വാക്കിനർത്ഥം ഗുർഫ, ചേംബർ, ഒരു റൂം എന്നതിന് അർത്ഥമുള്ളൂ. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്ത് ചെയ്ത മെഹ്റാബ്, മെഹ്റാബ് മറിയം, അത് ബൈത്തുൽ മുഖദ്ദസിന്റെ താഴെ പള്ളിയിലുണ്ട്. മെഹ്റാബ് സക്കരിയ, സക്കരിയ നബി അലൈഹിസ്സലാം ഇബാദത്ത് എടുത്ത സ്ഥലം അതും മസ്ജിദുൽ അഖ്സയിലുണ്ട്. അതൊക്കെ ഒരു റൂമാണ്. ആ റൂമിനാണ് ഈ മെഹ്റാബ് എന്ന് പറയാം. മറിയം ബീവി റളിയല്ലാഹു അൻഹ അവിടെ ഇബാദത്തിനിരിക്കുമ്പോ പഴവർഗ്ഗങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് വരുന്നു മറിയം ബീവിയുടെ മുമ്പിലേക്ക്. ആ നാട്ടിൽ കിട്ടുന്നില്ല അത്. അപ്പോ യാ മറിയമു അന്നാ ലകി ഹാദാ, മറിയമേ എവിടുന്നാണ് നിങ്ങൾക്ക് ഈ പഴവർഗ്ഗങ്ങൾ ലഭിക്കുന്നത്? മുന്തിരി ഇല്ലാത്ത ഓഫ് സീസണിൽ കാണാം മുന്തിരി, അവിടെ ആപ്പിള്, ഓറഞ്ച്, ബെറീസ്, ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു മറിയമേ? قالت هو من عند الله يرزق من يشاء بغير حساب. ഇതെനിക്ക് അല്ലാഹു തരുന്നതാണ് സക്കരിയ നബിയേ. അങ്ങനെയോ? ഒരാള് കൊണ്ടുകൊടുക്കാതെ, ഒരു കച്ചവടക്കാരൻ ഇടപെടാതെ, ഒരു ഡെലിവറി ബോയിയുടെ സഹായം പോലും ഇല്ലാതെ മറിയം ബീവിയുടെ റൂമിനുള്ളിലേക്ക് പഴം കൊണ്ടുകൊടുക്കാൻ സബബുകളില്ലാതെ അല്ലാഹു ചെയ്യുകയാണെങ്കിൽ, എന്റെ ശരീരം ദുർബലമാണ്, തലയും ശരീരം മുഴുവനും നരബാധിച്ച് തിളങ്ങുകയാണ്. വഹനൽ അദമു മിന്നി, എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു റബ്ബേ, ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല. എന്റെ ഭാര്യയാണെങ്കിലോ വകാനത് ഇംറഅതി ആഖിറ, എന്റെ ഭാര്യ പ്രസവിച്ചിട്ടുമില്ല, അവളും വൃദ്ധയാണ്. എന്നാലും പടച്ചവനെ, ലം അകും ബിദുആഇ റബ്ബി റബ്ബിക ശഖിയ, പടച്ചവനെ ബിദുആഇ റബ്ബി ശഖിയ, എന്റെ റബ്ബിനോട് ദുആയിരന്നാൽ ഞാൻ ഒരിക്കലും പരാജിതനാകുകയില്ലല്ലോ എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. റബ്ബേ, സബബുകൾ വേണം ഒരു കുട്ടി ഉണ്ടാവാൻ. മാതാപിതാക്കൾ എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാർ, അവർക്ക് ആരോഗ്യം വേണം, ശരീരം അതിന് അനുയോജ്യമായിരിക്കണം. ഇവിടെ രണ്ടും ശരിയല്ല. ഭാര്യ വൃദ്ധയാണ്, ഭർത്താവും വൃദ്ധനാണ്. എന്നാൽ സബബുകളില്ലാതെ മറിയം ബീവിക്ക് ഭക്ഷണം കൊടുത്ത റബ്ബേ, ഹുനാലിക, അവിടെ വെച്ച് സക്കരിയ നബി ദുആ ചെയ്തു, ഇത് നിനക്ക് സാധ്യമാണല്ലോ റബ്ബേ, എങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ തരാനും നിനക്ക് കഴിയുമല്ലോ. അങ്ങനെ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, എനിക്ക് നല്ലൊരു മോനെ വേണം എന്ന് ചോദിച്ചപ്പോ അല്ലാഹു കൊടുത്ത മോനാണ് യഹ്യ അലൈഹിസ്സലാം. ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കും. യഹ്യ നബി അലൈഹിസ്സലാം സബബില്ലാതെ കിട്ടിയ മോനാണ്. അസ്ബാബുകൾ മുഴുവനും മുമ്പിൽ അടയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കനം കൂടും, ശരിക്ക് കനം കൂടും. നമുക്ക് ഏതെങ്കിലും ഒരു പ്രതീക്ഷ, മക്കളൊക്കെ നല്ല വരുമാനമുണ്ട്, മക്കളൊക്കെ ജോലിയിലാണ്, പാപ്പ അല്ലാഹു റിസ്ക് തരണേന്ന് ദ്വാരക്കണ ദ്വാരക്കൊന്നും വലിയ പവർ ഉണ്ടാവില്ല. എന്റെ കുട്ടി അവിടെ ഉണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങനെ കൊട്ടയിഞ്ഞ് വന്നു എന്ന് വിചാരിക്കുക, എന്നിട്ടുണ്ട് ഒരു ദ്വാ, അതിന് ഭയങ്കര പവറായിരിക്കും അല്ലേ. ആരോഗ്യത്തിൽ പോവാണ്, ഇപ്പൊ കാര്യമായ കുഴപ്പമൊന്നുമില്ല, പഠിച്ചവനെ അസുഖം വലുതും തരരുതേ എന്ന് ചോദിക്കുമ്പോഴൊന്നും വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ചെറുതായിട്ടുണ്ടോന്നൊരു സംശയം ഡോക്ടർ പറഞ്ഞിട്ട് ദ്വാരക്കണ ദുആ ഒരു വേറെ ദുആയാണ്. അതിനാണ് മുൽത്തറായ മനുഷ്യൻ എന്ന് പറയാം. ആ ചോദ്യത്തിന് അല്ലാഹു ഉത്തരം തന്നിരിക്കും. ഹബീബായ നബി തങ്ങളെ അട്ടിയോടിച്ചിട്ട് ത്വായിഫുകാരെ ഹബീബിന്റെ കാലിൽ നിന്ന് ചോര വന്ന്
കാൽ ചോര ഒലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദാസ് എന്ന് പറയുന്ന നീനവക്കാരന്റെ കൂടെ ഹബീബായ നബി തങ്ങൾ ഖർനു സാലിബിന്റെ പാറക്കൂട്ടങ്ങളിൽ വന്നിരിക്കുന്നത്. അവിടുന്ന് ഹബീബ് ഒരു ദുആ ചെയ്തു. ആ ദുആന്റെ ഉത്തരമാണ് ഇസ്രാ മിഅ്റാജ്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ബസ്സി വഹുസ്നി വഹവാനി വഖില്ലത ഹീലതി. പടച്ചവനെ, ഞാൻ ദുർബലനാണ് റബ്ബേ, തന്ത്രങ്ങൾ എന്റെ കൈകളിലില്ല റബ്ബേ, ഞാൻ കഴിവില്ലാത്തൊരു മനുഷ്യനാണ് റബ്ബേ, ഞാൻ പ്രയാസത്തിലാണ്. ഇലാ മൻ തകിലുനി, ആരിലേക്കാണ് റബ്ബേ എന്റെ വിഷയം നീ ഏൽപ്പിക്കുന്നത്? അം ഇലാ ജബ്ബാരിൻ യതജഹമുനി, എന്നെ അടക്കി ഭരിക്കുന്ന ഒരു ക്രൂരനായ മനുഷ്യനെയാണോ റബ്ബേ നീ എന്റെ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്? അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ മുഖത്തിന്റെ പ്രകാശത്തെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്. അഊദു ബിനൂരി വജ്ഹികല്ലദി അശ്റഖത് ബിഹിൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ് ദുനിയാ വൽ ആഖിറ അൻ യഹില്ല അലയ്യ ഗളബുക്. അല്ലാഹുവേ, നീ എന്നോട് ദേഷ്യപ്പെടരുത് റബ്ബേ. ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, എന്റെ കാലിൽ നിന്ന് ചോര വരുമ്പോ ഭ്രാന്തന്മാരെ കാണുന്ന പോലെ ഖുറശിയായ ഹാഷിമിയായ എന്നെ എന്റെ ഉമ്മയുടെ നാട്ടുകാരിങ്ങനെ ആട്ടി ഓടിക്കുമ്പോ, പടച്ചവനെ, നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല റബ്ബേ, ഞാനത് സഹിക്കാം. നീ എന്നോട് ദേഷ്യപ്പെടരുതേ. ലകൽ ഉത്ബാ ഹത്താ തർളാ, അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ മതിവരോളം നിനക്ക് തന്നെയാണ് സ്തുതി, നിനക്ക് തന്നെയാണ് ശുക്ർ, നിനക്ക് മാത്രമാണ് റബ്ബേ നന്ദി. ആ ദുആഇന്റെ ഉത്തരമാണ് ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഇസ്രാഇന്റെ ആയത്ത്, സൂറത്തുൽ ഇസ്രായിലെ 1-ാമത്തെ ആയത്തിന്റെ അവസാനം അല്ലാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ് എന്ന് റബ്ബ് ചാല പറയുമ്പോ, നബിയേ, അങ്ങേ എന്താണ് ത്വായിഫുകാർ ചെയ്തതെന്ന് അല്ലാഹു കണ്ടിട്ടുണ്ട് നബിയേ. ഖർനു സാലിബ്, ഇന്ന് ത്വായിഫുകാര് ബൈ റോഡ് വരുമ്പോ ത്വായിഫുകാരുടെ അവരുടെ മീഖാത്താണ് ഖർനു സാലിബ്. ആ ഖർനു സാലിബിൽ എത്തി നിൽക്കുമ്പോ ഹബീബാ നബി തങ്ങൾ ചെയ്ത ദുആ അല്ലാഹു കേട്ടിട്ടുണ്ട്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അല്ലാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ് നബിയേ. ഈ ആയത്ത് നോക്കി നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ إلى المسجد الأقصى الذي باركنا حوله إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. റജബ് 27 പരിശുദ്ധമായ രാവിൽ ഉമ്മുഹാനി ബീവി എന്ന അവിടുത്തെ കസിൻ സിസ്റ്ററാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഉമ്മുഹാനി ബീവിയുടെ വീട്ടിൽ നബി തങ്ങൾ കിടന്നുറങ്ങുന്ന രാത്രിയിലാണ് കഅബാലയത്തിന്റെ അരികത്ത് നിന്ന് ബുറാഖ് എന്ന വാഹനപ്പുറത്ത് പുണ്യ നബിയെയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഹബീബിനെ കൊണ്ടുപോകുന്നത്. ആ വാഹനം ഒരു സമാവിയായ വാഹനമാണ്, സ്വർഗ്ഗലോകത്ത് നിന്ന് കൊണ്ടുവന്ന വാഹനമാണ്. എവിടെയാണോ അതിന്റെ കാഴ്ച അവസാനിക്കുന്നത് അവിടെയാണ് അതിന്റെ കുളമ്പ് വെക്കുന്നത്. അങ്ങനെ സ്പീഡിൽ പോകാൻ കഴിയുന്ന ഒരു വാഹനം കൊണ്ട് സെക്കൻഡുകൾ എടുത്ത യാത്രയാണ് ഇസ്രാ മിഅ്റാജിന്റെ യാത്ര. ഇസ്രാ ഭൂമിയിലാണ്, മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക്. മിഅ്റാജ് ജെറൂസലേമിലെ ഖുബ്ബത്തുസ് സുഹ്റ എന്ന് പറയുന്ന, ഇന്ന് നമ്മൾ സ്വർണ്ണ കുബ്ബ കാണുന്ന മസ്ജിദുൽ അഖ്സന്റെ കൂടെ കാണുന്ന പള്ളിയിലെ സ്വർണ്ണ കുബ്ബയുള്ളത്, ആ കുബ്ബയുള്ള പള്ളിന്റെ ഉള്ളിൽ ഒരു പാറയാണ്. ഏകദേശം നമ്മുടെ ഈ ഒരു ഭാഗം, സ്റ്റേജിന്റെ ഈ ഫ്രണ്ട് ഭാഗം, സദസ്സിൽ ഇത്രയും വലുപ്പമുള്ള ഒരു പാറയാണ്. ആ പാറക്ക് ചുറ്റും നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. അതിന്റെ മീതയാണ് സ്വർണ്ണക്കുബ്ബ. മസ്ജിദുൽ അഖ്സ സ്വർണ്ണക്കുബ്ബ അല്ലല്ലോ, മസ്ജിദുൽ അഖ്സ ഒരു ഗ്രേ കറുപ്പ് നിറമാണ്, കുറച്ചൊരു 100-200 മീറ്റർ അപ്പുറത്ത്. പക്ഷെ എപ്പോഴും കാണാൻ ഭംഗിയുള്ളതാകുമ്പോ എല്ലാ ചിത്രത്തിലും സ്വർണ്ണക്കുബ്ബയെ കാണിച്ചു കൊടുക്കുക. അത് മസ്ജിദുൽ അഖ്സ അല്ല, ഇത് നിസ്കരിച്ച പള്ളിന്റെ അപ്പുറത്താണ്. ഇത് മിഅ്റാജ് പോയ പാറ ആ പള്ളിന്റെ ഉള്ളിലാണ്. ആ പാറന്റെ മുകളിൽ അമവി ഭരണാധികാരി അബ്ദുൽ മലിക് ബിൻ മർവാൻ അന്നുണ്ടാക്കിയ ഒരു പള്ളിയാണത്. സ്വർണ്ണക്കുബ്ബ അടുത്ത കാലത്താണ്, 960കളിലാണ് അതിന് സ്വർണ്ണം പൂശിയതെന്ന് പറയുന്നത്.
പറയും. സലാഹുദ്ദീൻ അയ്യൂബിന്റെ കാലത്ത് ഇതിന് റിനോവേഷൻ നടന്നു. ഒരുപാട് കാലഘട്ടം വലിയൊരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിയാണ് മസ്ജിദുൽ അഖ്സക്ക് അടുത്തുള്ള ഈ ഖുബ്ബത്തു സുഹറ പള്ളി. ആ പാറിന്റെ മുകളിൽ നിന്ന് ഏഴാകാശങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ എന്തുകൊണ്ട് മക്കയിൽ നിന്ന് പോയില്ല? കഅബാലയം അവിടെയാണ്. 1,00,000 നിസ്കാരത്തിന്റെ കൂലിയാണ് സ്വലാത്തുൻ ഫീഹാ. മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം 100,000 സ്വലാഹ്, 1,00,000 നിസ്കാരത്തിന്റെ സ്ഥാനമാണ്, കൂലിയാണ് അതിന്. അല്ലാഹുമ്മ അക്തുബ്നാ في المسجد الحرام صلوات كثيرة. ഒരുപാട് നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാതെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് നേരിട്ട് 7 ആകാശങ്ങളിലേക്ക് നബി തങ്ങൾ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? തെളിവ് കൊടുക്കാൻ അവർക്ക് മനസ്സിലാവുന്ന തെളിവ് കിട്ടൂല. നേരെ മറിച്ച് മസ്ജിദുൽ അഖ്സ ഇവർ യാത്ര പോകുന്ന നാടാണ്. ജെറൂസലേം കഴിഞ്ഞാൽ പിന്നെ മെഡിറ്ററേനിയൻ കടലാണ്. മെഡിറ്ററേനിയൻ കടലിന്റെ നടുവിലെ സൈപ്രസ് കഴിഞ്ഞാൽ പിന്നെ ഇറ്റലിയാണ്, റോമാണ്, സ്പെയിനാണ്. അങ്ങനെയാണ് കടന്നു പോകാം. യൂറോപ്പിലേക്കുള്ള പടിവാതിലാണ് മസ്ജിദുൽ അഖ്സന്റെ ഭാഗം. അത് യൂറോപ്പാണ്. പിന്നെ അങ്ങോട്ട് യൂറോപ്യൻ കടലല്ലേ, മെഡിറ്ററേനിയൻ കടല്. ആ കടല് കടന്നാൽ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഈസ്റ്റേൺ യൂറോപ്പ്, പിന്നെ അങ്ങ് മിഡിൽ, പിന്നെ അങ്ങ് ഫാർ നോർത്തേൺ രാജ്യങ്ങളൊക്കെ അങ്ങോട്ടാ പോവുക. ആ ഒരു യാത്രയ്ക്ക് അവർ പോകുന്നത് മദീന വഴിയാണ്. മദീന വഴി ജെറൂസലേമിലേക്ക് പോയി പരിചയമുണ്ട്. 20 ദിവസം എടുക്കും പോയി വരാൻ. മസ്ജിദുൽ അഖ്സയ്ക്ക് പോയി എന്ന് പറയുമ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാ മസ്ജിദുൽ അഖ്സയുടെ വാതിലിന്റെ എണ്ണം എത്ര? നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് അല്ലാഹു അതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നു, ഞാൻ അതിലേക്ക് നോക്കുന്നു. മറുപടി പറയുന്നു. എത്ര ജനല്? തങ്ങൾ എണ്ണം പറഞ്ഞു. എത്ര സ്റ്റെപ്പുകള്? തങ്ങൾ പറഞ്ഞു കൊടുത്തു. എത്ര തൂണുകള്? തങ്ങൾ പറഞ്ഞു കൊടുത്തു. പുറമെ അബൂജഹലെ, നിങ്ങളുടെ കച്ചവട സംഘം, നിങ്ങളുടെ കാരവാൻ മരുഭൂമിയിലുണ്ട്. നാളെ വൈകുന്നേരമാകുമ്പോൾ അവർ മക്കയിലെത്തും. നിങ്ങളുടേത് ബനൂ തമീം ഗോത്രക്കാർ, നിങ്ങളുടെ കച്ചവട സംഘം മറ്റന്നാൾ രാവിലെ ഇവിടെ എത്തും. അവർ പോരുന്ന വഴിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടേത് ഈ നാളെ രാവിലെ ഇവിടെ എത്തിയിരിക്കും. ഓരോ കച്ചവട സംഘത്തെയും നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. പറഞ്ഞ പോലെ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അപ്പൊ കണ്ടുപോയി എന്നുള്ള കാര്യം ഉറപ്പായി. ദുന്യാവിൽ ഇത്ര സ്പീഡിൽ സമയവും സ്ഥാനവും ബാധിക്കാതെ ഒരു യാത്ര നടത്താൻ പുണ്യനബി തങ്ങൾക്ക് സാധ്യമാണെങ്കിൽ അവിടെ അങ്ങോട്ട് പോകുന്ന യാത്രയെ സംബന്ധിച്ച് പറയേണ്ടതില്ല. ദുന്യവിയായ ലോകത്ത് മനുഷ്യന്റെ ഫിസിക്കൽ ഡൈമെൻഷൻസ് ഇതിനെ മുഴുവനും അതിജയിച്ചുകൊണ്ടൊരു യാത്ര ദുന്യാവിൽ നടത്താൻ നബി തങ്ങൾക്ക് സാധ്യമായാൽ അവർക്ക് ഒരു ആക്സസും ഇല്ലാത്ത മലകൂത്തു സമായിൽ അള്ളാഹു ഏത് വിധേന കൊണ്ടുപോയാലൊക്കെ പ്രശ്നമില്ല. അല്ല, ദുന്യാവിൽ ഇത് സാധ്യമാണെങ്കിൽ പിന്നെ മെഹറാജിന്റെ കാര്യത്തിൽ പ്രയാസമില്ല. അതുകൊണ്ടാണ് ഇസ്രാ വ്യക്തമായി പറഞ്ഞ പോലെ മെഹറാജ് സൂറത്തുൻ നജ്മിൽ അള്ളാഹു വ്യക്തമായി പറയാതിരുന്നത്. എന്തേ? ദുന്യാവിലെ യാത്ര നിങ്ങൾക്ക് തിരിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര മനസ്സിലാക്കാവുന്നതേ. ഇത് അള്ളാഹുവിന് സാധ്യമാണെങ്കിൽ പിന്നെ എന്തേ അല്ലാഹുക്ക് സാധ്യമല്ലാത്തത്? وما جعلنا الرؤيا التي يريناك إلا فتنة للناس. നമ്മൾ അറിയണം, ഹബീബായ നബിയുടെ ജീവിതത്തിൽ 3 പ്രധാന സംഭവങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ഹബീബിന്റെ നുബുവത്ത്. ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ എന്ന് നബി തങ്ങളോട് പറയുന്ന ആ ആദ്യത്തെ റെവലേഷൻ. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ മഹാത്ഭുതം ഇസ്രാ മിഅ്റാജാണ്. മൂന്നാമത്തെ മഹാത്ഭുതമാണ് ഹിജ്റ, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര. ഈ 3 സംഭവങ്ങളാണ് ഹബീബായ നബിയുടെ റിസാലത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ടത്. ഇസ്രാ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും പരിശുദ്ധമായ ഹിജ്റ നടക്കുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹു വിജയത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് യാത്രക്ക് സമയം എടുത്തിട്ടില്ല. പക്ഷേ നബിതങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും തമ്മിൽ സംഭാഷണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കാഴ്ചകൾ നോക്കിക്കാണുന്ന സമയം പുണ്യ നിബിതങ്ങളുടെ ബശരീയത്ത്, നിബിതങ്ങൾ മനുഷ്യരാണ്, നിബിതങ്ങൾക്ക് സമയം ബാധകമാണ്. അവിടെ പുണ്യ നിബിതങ്ങൾ സംസാരിച്ച വിഷയങ്ങൾക്കുള്ള സമയം എടുത്തിട്ടുള്ളൂ, യാത്രക്ക് സമയം എടുത്തിട്ടില്ല. യാത്ര അല്ലാഹു കൊണ്ടുപോയ റബ്ബാനിയായ ഇടപെടലാണ്. അള്ളാഹുവിനെ മനസ്സിലായാൽ പിന്നെ യാത്ര മനസ്സിലാക്കാൻ പറയാം. അള്ളാഹിനെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല. സുബ്ഹാന മനസ്സിലായാൽ അതിനപ്പുറം പറയുന്ന വിഷയം ഈ സുബ്ഹാന എന്ന പരിശുദ്ധമായ വിശേഷണം സാധ്യമായ അള്ളാഹുവിന്റെ ഇടപെടലാണ്. എന്താ അവിടെ പറയാൻ? ഒന്നും പറയാനില്ല. അള്ളാഹ്ക്ക് അത് സാധിക്കുന്ന വല്ല സംശയമുണ്ടോ? ഇല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ എത്തിയപ്പോൾ ആദ്യമായി ഹബീബിന് കുടിക്കാൻ കൊടുക്കുന്ന 2 കപ്പ് വെള്ളം, ഒന്നിൽ മദ്യമാണ്, ഒന്നിൽ പാലാണ്.
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങളുടെ കൈകളിൽ കൊടുത്തപ്പോൾ ഫഖ്താറൽ ലബൻ, നബി തങ്ങൾ പാല് തിരഞ്ഞെടുത്തപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ഹുദീതൽ ഫിത്ര, നബിയെ പരിശുദ്ധമായ മനുഷ്യന്റെ പ്രകൃതമാണ് നബിയെ അങ്ങ് തിരഞ്ഞെടുത്തത്. കാരണം പാല് അള്ളാഹു സംവിധാനിച്ചത് അങ്ങനെ തന്നെയാണ്. മൃഗത്തിൽ നിന്ന് കിട്ടുന്നു, നേരെ കുടിക്കുന്നു. കള്ള് അത് മുന്തിരി എന്ന റബ്ബുണ്ടാക്കിയ പഴത്തിൽ നിന്ന് മനുഷ്യൻ ഇടപെട്ട് അതിനെ കേടുവരുത്തി മദ്യമാക്കിയതാണ്, മനുഷ്യന്റെ ബുദ്ധിയെ തകരാറിലാക്കാൻ. അതുകൊണ്ട് അത് ഫിത്രത്തിന്റെ പ്രകൃതിക്ക് വിരുദ്ധമാണ്. മറ്റേത് പ്രകൃതിപരമായ ഭക്ഷണമാണ്. നബിയെ അങ്ങ് തെരഞ്ഞെടുത്തത് നല്ല ഭക്ഷണമാണ്. നോക്കണം, അന്ന് മദ്യം ഹറാമായിട്ടില്ല, പക്ഷേ മദ്യം കാണിച്ചു കൊടുത്തത് ഹറാമാകാൻ പോവുകയാ. മദീന കാലഘട്ടത്തിന്റെ ശേഷമാണ് മദ്യം ഹറാമാകുന്നത്. ആദ്യം ഇറങ്ങുന്ന മദ്യവും ലഹരിയും നിഷിദ്ധമാണ് എന്ന് ഖുർആൻ പറയാൻ തുടക്കം കുറിച്ച ആയത്ത് ശ്രദ്ധിച്ചു നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമിൻ സമറാത്തിൻ നഖീലി വൽ അനാബ് ومن ثمرات النخيل والعناب تتخذون منه سكرا ورزقا حسنا. മുന്തിരിയിൽ നിന്നും ഈത്തപ്പഴത്തിൽ നിന്നും മത്ത് പിടിപ്പിക്കുന്നതും നല്ല ഭക്ഷണവും നിങ്ങൾ ഉണ്ടാക്കുന്നുവല്ലോ. മത്ത് പിടിപ്പിക്കുന്ന സഖറൻ, അറബ് ഭാഷ അറിയുന്നത് നെക്കിറയാണ്. റിസ്ഖൻ എന്ന് പറഞ്ഞത് നെക്കിറയാണ്. നെക്കിറയെ വസ്ഫ് ചെയ്തു. എങ്ങനെ? റിസ്ഖൻ, ആ റിസ്ഖിനെ അല്ലാഹു വിശേഷിപ്പിച്ചു റിസ്ഖൻ ഹസന, നല്ല ഭക്ഷണം. പക്ഷെ സഖർ, മദ്യത്തിൽ നിന്ന് വരുന്ന മത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ നല്ല മത്ത് എന്ന് പറഞ്ഞില്ല. അവിടെ തന്നെ സ്വഹാബത്തിന് പിടികിട്ടി ഇതിലെന്തോ നന്മയില്ലായ്മയുണ്ട്. നിങ്ങളുടെ മദ്യം നിങ്ങൾക്ക് ദോഷമാണ് എന്ന് അള്ളാഹു പറയാൻ പോകുന്നതിന്റെ ആരംഭമാണിത്. ഈ ആയത്തിന്റെ ആശയം മൻസൂഖാണ്. കാരണം മദ്യ നിരോധനം വന്നിട്ടുണ്ട്. പിന്നീട് 4 സ്റ്റെപ്പിലൂടെയാണ് മദ്യം നിരോധിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പ് നിസ്കരിക്കാൻ പോകുമ്പോൾ കുടിക്കരുത് എന്നാ പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും ഒരുത്തം വെറുതെ ഖുർആന്റെ പരിഭാഷയൊക്കെ ഒന്ന് വായിച്ചാൽ ഇസ്ലാം മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടെങ്ങാണ് ഈ ആയത്ത് നോക്കി അതിന്റെ വ്യാഖ്യാനം നോക്കാതിരുന്നാൽ എന്താണ് ഈ മൂല്യന്മാർ ഇങ്ങനെ പേടിപ്പിച്ചാൽ ചെയ്യാൻ, നിസ്കരിക്കാൻ പോകുമ്പോൾ കുടിക്കരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നിപ്പോകും. അതിന്റെ ഇപ്പുറത്ത് വേറെ ആയത്ത് വരുന്നുണ്ട്, ഒരിക്കലും തുടരുത്. ആ ആയത്ത് വരുന്നതിന്റെ മുമ്പ് വന്ന ആയത്താണ് ഇത്. മൻസൂഖാൻ, ഇത് ക്യാൻസൽഡ് ആണ് ഇതിന്റെ ആശയം. പിന്നെ അവസാനം പറഞ്ഞ അള്ളാഹുവിന്റെ നിയമമാണ് ഇന്നമൽ ഖംറു വൽ മൈസിർ വല്ലൻസ്വാബു വല്ലസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വിജയം വേണമോ മദ്യവും ശകുനം നോക്കലും ബഹുദൈവ ആരാധനയും നിങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ. ചൂതാട്ടവും ഗാംബ്ലിംഗ് ഇത് ഉപേക്ഷിച്ച് വിജയിക്കണോ, തൊടാൻ പാടില്ല എന്ന് പറയും. അത് ലാസ്റ്റ് വന്ന ആയത്താണ്. അതിനു മുമ്പ് ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ, നിസ്കരിക്കാൻ പോകുമ്പോ കുടിക്കരുതേ എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബികൾ കുറെ ആൾക്കാർ അതേ നിർത്തി. ചിലർ നിസ്കരിക്കാൻ പോകുമ്പോൾ കുടിക്കില്ല, നിസ്കാരം കഴിഞ്ഞ് ഇശാ കഴിഞ്ഞിട്ട് കുടിച്ചിട്ടാണ് കിടക്കുന്നത്. മൂത്രച്ചൂടാന്ന് പറഞ്ഞ് കുടിക്കണ മഹാന്മാരുണ്ട് നമ്മുടെ നാട്ടില്. ഹറാമാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ ഒരു മരുന്നുള്ള വെച്ചിട്ടില്ല. അള്ളാഹ് ഹറാമാക്കിയതിൽ ഒരു മരുന്നുമില്ല. വെറുതെ പറയാ കുടിയന്മാരെന്തെങ്കിലും പറഞ്ഞു കുടിക്കൂലേ, അതിന് പറയണത് മൂത്രച്ചൂടിന് കുടിക്കാന്ന്. പച്ച ഹറാമ് ചെയ്യുക, എന്നിട്ട് ന്യായീകരിക്കും ചെയ്യുക. അള്ളാഹ് ഹറാമാക്കിയതിൽ ഒരു മരുന്നും അള്ളാഹ് വെച്ചിട്ടില്ല. മനുഷ്യന്മാരുണ്ടാക്കി പറഞ്ഞ എന്ത് ചെയ്യും? അല്ലാഹു മദ്യനിരോധനം നടത്തുന്നതിന്റെ മുമ്പ് നൽകുന്ന സൂചനയാണ്. ഇസ്രാ മിഅ്റാജിൽ ഹബീബായ നബി തങ്ങൾക്ക് പാലും ലഹരിയുള്ള മദ്യവും കൊടുത്തപ്പോ തങ്ങൾ മദ്യം തൊടാതെ പാലാണ് കുടിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പുണ്യ നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്തറതൽ ഫിത്റ, നബിയെ പ്രകൃതി ശുദ്ധമായ അല്ലാഹു ശുദ്ധമാക്കി വെച്ച മനുഷ്യന്റെ പ്രകൃതിയോട് യോജിച്ചതാണ് നബിയെ അങ്ങ് കുടിച്ചത്. അത് ഭക്ഷണമാണ്. മുന്തിരി അത് ഹലാലാണ്, മുന്തിരി ജ്യൂസും ഹലാലാണ്. പക്ഷെ അത് കുഴിച്ചിട്ടിട്ട് മദ്യമാക്കി മാറ്റുന്നത്, ഇത് കുഴിച്ചിടാതെ ഫാക്ടറിയിൽ നിന്ന് പല സാധനങ്ങളും ചേർത്തിട്ട് ലഹരിയാക്കുന്നത്, ഇത് മനുഷ്യന്റെ കൈകടത്തലാണ്. അത് വരുന്നിടത്ത് പ്രശ്നമുണ്ട്. അള്ളാഹു നേരിട്ട് തരുന്ന റിസ്ക്കിൽ ഒരു കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്. പുണ്യ നബി തങ്ങൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ മെസ്സേജ് ഉമ്മത്തിന് നൽകുന്ന മെസ്സേജാണ്. ഇസ്രാ മിഅ്റാജ് മനസ്സിലാകുമ്പോ ലഹരിയോട് മനുഷ്യൻ നോ പറയേണ്ടത് അനിവാര്യമല്ലേ?
നമ്മുടെ സ്കൂളുകളും ക്യാമ്പസുകളിലും ലഹരി അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ജാഗരൂകരാവേണ്ടവരാണ് നമ്മൾ. നമ്മുടെ മക്കള്, അടുത്തൊരു തലമുറ നശിക്കാൻ. മയക്കുമരുന്ന് അടിമപ്പെട്ട ഒരു സമൂഹം 10 കൊല്ലം കഴിഞ്ഞ ഭൂമിന്റെ മുകളിൽ കാണൂല, കാലേറ്റുണ്ടാവും. അതിനപ്പുറം പോകാൻ തടിക്ക് കഴിയില്ല, ലഹരിക്ക് അടിമപ്പെട്ട. അതുകൊണ്ട് 10 കൊല്ലത്തെ ആയുസുള്ളൂ എന്ന് എഴുതി വെച്ചോട്ടെ. ഡോക്ടർമാർ പറയും എത്രയേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ലിവറും കിഡ്നിയും ഒക്കെ പോയിട്ടുണ്ടാവും. മിനിമം മരിക്കണല്ലോ എന്ന് പേടിച്ചിട്ടെങ്കിലും നിർത്തിക്കോട്ടെ. കാരണം ഇത് മെഡിക്കൽ സയൻസ് പറയുന്ന വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹും തുടരുതെന്നാ പറയുന്നത്. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ഒരു സംഘം ആളുകളെ കാണുന്നത്. അവര് വിത്തുകൾ വിതറുന്നുണ്ട്, ഉടനെ കൊയ്തെടുക്കുന്നുണ്ട്, വീണ്ടും വിതറുന്നു, കൊയ്തെടുക്കുന്നു. ആരാണ് കൃഷി ചെയ്യുന്നത്? ഉലൈക ശുഹദാ. നബിയേ, ഇത് അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ശുഹദാഇന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് നബിയേ. അവിടുന്ന് കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ചില ആളുകളെ നബി തങ്ങൾ കണ്ടു, ചോരപ്പുഴയിൽ അവർ നീന്തുകയാണ്. സ്വഹീഹ ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസുകളാണ് സുനനുകളിൽ വന്നത്. ഇമാം അബൂ ദാവൂദ് എന്നവരും നസായി തങ്ങളുടെ ഒക്കെ സുനനുകളിൽ, തിർമിദി ഇമാമിന്റെ റിവായത്തുകളിലൊക്കെ വന്നത്. ചോരപ്പുഴയിൽ ചില ആളുകൾ നീന്തുന്നുണ്ട്. ഹബീബിന് അല്ലാഹു കാണിച്ചു കൊടുക്കുന്ന കാഴ്ചകൾ നോക്കണം. പുണ്യ നബി തങ്ങൾ അഫതുമാറൂനഹു അലാ മാ യറാ, എന്റെ റസൂല് കാണുന്നു, എന്റെ റസൂല് കണ്ടു എന്ന് പറയുന്നതിന് നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. അല്ലാഹു നൽകുന്ന വഹിയല്ലാതെ എന്റെ റസൂല് സംസാരിക്കാറില്ലല്ലോ. അങ്ങനത്തെ റസൂലിനോട് എന്തിനാ നിങ്ങൾ തർക്കിക്കാൻ പോകുന്നത്? എന്റെ റസൂല് പറയുന്നത് സത്യമാണ് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ് സൂറത്തുൻ നജ്മിൽ. ഫതുമാറൂനഹു അലാ മാ യറാ. Do you argue with him for what he can see? നബി തങ്ങൾ കണ്ട വിഷയങ്ങളാ, തങ്ങൾ കാണാൻ പറ്റുന്ന വിഷയങ്ങളാ. അതിൽ നിങ്ങൾ എന്തിനാ നബിയോട് തർക്കിക്കാൻ പോകുന്നത്? ചോരപ്പുഴയിൽ നീന്തുന്ന ചില ആളുകൾ കരയിലേക്ക് തളർന്ന് നീന്തി കര പിടിക്കാൻ വരുമ്പോൾ കരയിൽ നിൽക്കുന്ന ചില ആളുകൾ ഉരുളൻ കല്ലുകൊണ്ട് അവരുടെ വായയിലേക്ക് എറിയുകയാണ്. ചുണ്ടും പല്ലും പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന വീണ്ടും നടുക്കടലിലേക്ക്, വീണ്ടും തിരിച്ചിങ്ങോട്ട് നീന്തുന്നു. അങ്ങനെ പലവട്ടം ഇങ്ങനെ നീന്തി കരയോടെടുക്കാൻ വരികയും തിരിച്ചു പോവുകയും ചെയ്യുന്ന ഇവരാരാണ് നബിയെ, ആരാണ് ജിബ്രീലേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ, നബിയേ ഹുമുൽ മുറാബൂൻ, പലിശ കൊടുക്കുന്നവരും പലിശ തിന്നുന്നവരുമാണ് നബിയേ. മുസ്ലിം ഉമ്മത്തിന് വന്ന വലിയൊരു പരീക്ഷണമാണ് ഇന്നത്തെ കാലഘട്ടം. പലിശ വിഷയമല്ലാതായി മാറിയത് അല്ലെ. ഒരു മുക്കുവണ്ടെങ്കിലും ബാങ്കിലില്ലാത്തവരാരാണുള്ളത്? ഏത് വീട്, എത്ര വീടാ നമ്മുടെ നാട്ടിലുണ്ടാകും? ബാങ്കിൽ നിന്ന് കിട്ടുന്നതിന് ഭയങ്കര വർക്കത്ത് എന്നൊരു തോന്നലുള്ള പോലെ. ഒന്ന് അഥവാ അതൊക്കെ എടുത്താൽ പിറ്റേന്ന് തന്നെ കൊണ്ടേക്കും. 4-5 പവൻ വേറെ വെറുതെ കിട്ടുന്ന വിചാരം. ബാങ്കുകാർ പലിശക്കാണ് ഇടപാട് ചെയ്യുന്നത്. ഇനി ഒരുത്തം പറയും എനിക്ക് കൊടുക്കാൻ പ്രയാസമൊന്നുമില്ല, ഞാൻ തൃപ്തിയോടുകൂടെ കൊടുക്കുക, എനിക്ക് സമ്മതം എന്നാ പറഞ്ഞ ഹലാലാവോ? ഹലാലാവൂല. അപ്പോഴത് ഹറാം തന്നെയാണ്. അത് പലിശയാണ്. കുടുങ്ങിപ്പോയി, ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയി, നിവൃത്തിയില്ല. അള്ളാഹിന്റെ മുമ്പിൽ പറയാൻ പറ്റിയൊരു കാരണമുണ്ടോ? നിങ്ങൾക്ക് അപ്പ ജായിസായിരിക്കാം. അല്ലാതെ തക്കാരത്തിനും കുട്ടികളെ കെട്ടിക്കാനും കാറ് വാങ്ങാനും കുട്ടിനെ പഠിപ്പിക്കാനും ഒക്കെ പോയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങിയെടുത്താൽ എങ്ങനെ വർക്കത്തുണ്ടാവുക? എന്നിട്ട് നമ്മൾ പറയാം അള്ളാഹ് ഉത്തരം തരുന്നില്ല, അള്ളാഹ് നമ്മളെ കൈവിടിഞ്ഞു. ഉറപ്പല്ലേ? അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ് പലിശ. അത് നിങ്ങൾ ചെയ്യരുത് എന്നാണ്. നമുക്ക് കൂള ഒരു വിഷയം നമ്മളെന്താ, എവിടെയാ പലിശ കുറവ് എന്ന് നോക്കുക. പലിശ ഇല്ലാത്തതെന്നല്ല, പലിശ എവിടെ കുറവ്. മഹല്ലുകളുടെ ഭാരവാഹികളോട് സൂചിപ്പിക്കുക, പലിശരഹിത വായ്പാ പദ്ധതികൾ നമ്മുടെ മഹല്ലിലൊക്കെ പൈസക്കാരുണ്ടെങ്കിൽ കൂട്ടമായൊരു സഹകരണത്തോടുകൂടെ പാവപ്പെട്ടവർക്ക് ഒരു ജാമ്യം ആരെങ്കിലും നിർത്തിക്കൊണ്ടെങ്കിലും വായ്പ അനുവദിക്കുക, പലിശയില്ലാതെ. ഇത് മനുഷ്യൻ അങ്ങോട്ടും കൂടെ സഹായിക്കേണ്ട വിഷയമാണ്. ഒരു മനുഷ്യൻ പ്രയാസപ്പെടുമ്പോൾ അയാളോട് പലിശ വാങ്ങി ചൂഷണം ചെയ്യരുത്. ആ മനുഷ്യനെ നിങ്ങൾ സഹായിക്കണം. സഹായം കൊടുക്കുന്ന സംഖ്യ എത്ര ദിവസം കഴിഞ്ഞാണോ അവർ തിരിച്ചു തരുന്നത്, അത്രയും ദിവസം അത്രയും വലിയ സംഖ്യ നിങ്ങൾക്ക് ദാനം ചെയ്ത് കൂലി വരെ അള്ളാഹു തരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ചൂഷണം ചെയ്യാം, ഒരാൾക്ക് പൈസക്ക് ആവശ്യമുണ്ട്, അവനങ്ങോട്ട് കുഴക്കി കളയാണ്. 10,000 എടുത്താൽ അവൻ തിരിച്ചടക്കുന്നത് 1,00,000-ന്റെ മേലെയാണ് അല്ലേ? അവനോട് അടക്കാൻ പറ്റൂല. അവർക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ് നബിയേ
തൊട്ടതിനും പിടിച്ചതിനും കൊണ്ടുപോയി പണയപ്പെടുത്തിയിട്ട് നമ്മുടെ ആധാരങ്ങളും വീടുകളും ഭവനങ്ങളും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളും എല്ലാം പണയത്തിൽ, എന്നിട്ട് കൂളായിട്ട് നടക്കുകയും ചെയ്യാം, ഒന്നും ചെയ്യാത്ത. അതൊക്കെ എല്ലാവരും ചെയ്യണില്ലേ, അതിനിപ്പോ എന്താ? അള്ളാന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞാൽ മതി. നബിയെ ഇൻചൊലിക്ക് നമുക്ക് മുന്നോട്ട് പോകാം, നബിയെ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോകുന്നത് നല്ല മനുഷ്യർ, ആരോഗ്യമുള്ള മനുഷ്യർ, കൂർത്ത ഒരു കല്ലിൽ കൊണ്ടുവന്ന തലകൾ കുത്തിപ്പൊളിക്കുന്നുണ്ടവരെ. എന്നിട്ട് ചതഞ്ഞരഞ്ഞ് തലയുമായി അവരെ പിറകോട്ട് വീഴുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് തല പൂർണ്ണ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നു, വീണ്ടും കുത്തിപ്പൊളിക്കുന്നു. എന്താണ് ജിബ്രീലേ ഇത് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കൊടുക്കുന്ന മറുപടി, നബിയേ 5 നേരം നിസ്കരിക്കണമെന്ന് അല്ലാഹു പറഞ്ഞിട്ട് ആ നിസ്കാരം മലംഭാവം കൊണ്ട് മടി കൊണ്ട് ചെയ്യാതിരുന്ന, മടി കാണിച്ച തലക്കനം ബാധിച്ചിരുന്ന ആളുകളെ അല്ലാഹു ശിക്ഷിക്കുന്ന രീതിയാണിത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. ഈ കാഴ്ചകൾ നമ്മളെ പേടിപ്പിക്കേണ്ട വിഷയമാണ്. ഖുർആൻ പറയാം, ഇതെന്റെ ഹബീബ് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? എന്റെ ഹബീബ് കണ്ടത് സത്യമാണ്. മാ സാഗൽ ബസറു വമാ ത്വഗാ. എന്റെ ഹബീബ് കണ്ടത് സത്യം തന്നെയാണ്. അവിടുത്തെ കണ്ണുകൾക്ക് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. വേറെ ചില ആളുകളെ കണ്ടു, അവരെ നാവുകൾ കുളത്തുകൊണ്ട് പിടിച്ച് പറിച്ച് കീറുകയാണ്, നാവുകൾ മുറിഞ്ഞ് ചോര ഒലിക്കുന്നുണ്ട്. ആരാണിത് എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, നബിയേ ഖുതബാഉൽ ഫിത്ന, ഈ സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കാൻ വേണ്ടി ആളുകൾക്കിടയിൽ പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. ആളുകൾക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന പ്രസംഗം നടത്തുന്നവരാണ് ഖുതബാഉൽ ഫിത്ന. ആളുകൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കിയ ഒരു കാര്യം രമ്യതയിലും സൗഹാർദ്ദത്തിലും പോകുമ്പോ ആരെങ്കിലും അതിന് ഇടങ്കോല് വെക്കുക, ആ വിഷയത്തെ അങ്ങ് നശിപ്പിക്കുക, ഒരു നല്ല കാര്യത്തിന് മുടക്ക് ചെയ്യുക. ഇത്തരം ആളുകളുടെ നാവിന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ് നബിയേ ഈ കാണുന്ന ശിക്ഷയെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. പോക നബിയെ, പോകാം, മുന്നോട്ട് പോകാം. ഒരുപാട് ആളുകൾ ഒരു ആഴമേറിയ വിശാലമായ വലിയ പാത്രമെന്ന് തോന്നുന്ന ഒരു സാധനത്തിന്റെ ഉള്ളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അതിന്റെ അടിഭാഗത്ത് തീ വെക്കുമ്പോൾ നഗ്നരായ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ആ കലത്തിന്റെ ബോട്ടിൽ നെക്കിലേക്ക് അവർ പുറത്തു കടക്കാൻ വേണ്ടി എല്ലാവരും മേലോട്ട് തപ്പിപ്പിടിച്ച് കയറുമ്പോ അവരാർക്കും കയറാൻ കഴിയാതെ അവര് വെന്തുരുകയാണ്. വീണ്ടും അല്ലാഹു പൂർണ്ണ രൂപത്തിലേക്ക് അവരെ മാറ്റുന്നു. വീണ്ടും ആ കലത്തിന്റെ താഴേക്ക് വീഴുന്നു. അടിയിന്ന് ചൂടാക്കുമ്പോ തീയങ്ങ് വരുമ്പോൾ ഇവരൊക്കെ ആർത്ത് നിലവിളിച്ച് മേലോട്ട് കയറാൻ നോക്കുന്നു. അവര് നഗ്നരാണ്. പുണ്യനബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം, നബിയേ ഇവര് വ്യഭിചാരം ചെയ്തവരായിരുന്നു, അതിഷ്ടപ്പെട്ടവരായിരുന്നു, അല്ലാഹു അവരെ നശിപ്പിക്കുന്ന ശിക്ഷിക്കുന്ന രീതിയാണിതെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ഈ യാത്രകളെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് ഹബീബിനെ കൊണ്ടുപോയത്. ഇതൊക്കെ കാണിച്ചു കൊടുക്കാനാ കൊണ്ടുപോയത്. ഈ യാത്ര വല്ലാത്തൊരു യാത്രയാണ്, ഹബീബിന്റെ മനസ്സിന് സമാധാനം നൽകുന്ന യാത്രയാണെന്നാൽ ഉമ്മത്തിന് കാര്യങ്ങളെ പഠിപ്പിക്കാൻ അല്ലാഹു സജ്ജമാക്കിയ യാത്രയാണിത്. റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും യാത്ര പോയി കാണുന്നത് ഇരുമ്പിന്റെ കുളത്തുകളുണ്ട്. ആ കുളത്തുകൾ ചില ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ കവിളിൽ കൊളത്തി വലിച്ച് ഇങ്ങ് ചെവിയോളം കഴുത്തിനോളം അവർ കീറി മുറിക്കുന്നുണ്ട്. 2 ഭാഗങ്ങളും വികൃതമാകുന്നു, ചോര ഒലിക്കുന്നു. അവര് തന്നെ നിലവിളിച്ച് കരയുന്നുണ്ട്. അവര് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ജിബ്രീലേ മാ ഹാദാ വമൻ ഹൗലാ, എന്താണ് ഈ നടക്കുന്നത്, എന്താണ് ഇവര്, ആരാണിവർ എന്ന് ചോദിക്കുമ്പോൾ നബിയേ ഹുമുൽ ഉഷാതു മിൻ ഉമ്മതിക്, അങ്ങയുടെ ഉമ്മച്ചികളായി വരുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളിൽ അയൽപക്കങ്ങളിൽ നടന്നിട്ട്, കുടുംബങ്ങളിൽ നടന്ന്, നാട്ടിൽ നടന്ന് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു കൊടുത്ത് അത് ആസ്വദിക്കുന്നവരായിരുന്നു നബിയെ. ഓരോരുത്തരെയും കുറിച്ച് കുറ്റം പറയുന്നത് അതൊരു ഇഷ്ടമായി കൊണ്ട് നടന്നവർ, അവരുടെ നാവ് കൊണ്ടും അവരുടെ ചുണ്ടുകൊണ്ടും അവര് വരുത്തിവെച്ച വിനകളുടെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ആ ശിക്ഷയുടെ ഒരു ചെറിയ രൂപമാണ് നബിയെ നിങ്ങളെ കാണുന്നത്. അവരിങ്ങനെ പറഞ്ഞു പരത്തി കുടുംബങ്ങളിൽ നാശങ്ങളും വിഘടനങ്ങളും ശത്രുതയും ഉണ്ടാക്കിയതിന് അല്ലാഹു നൽകുന്ന ശിക്ഷ ഇതാണെന്ന് അഷ്റഫുൽ ഖൽഖിന് അല്ലാഹു കാണിച്ചു കൊടുത്ത യാത്രയാണ് അൽ ഇസ്റാ വൽ മിഅ്റാജിന്റെ യാത്ര. കഴിഞ്ഞ രാവിലെ നമ്മളത് കഴിഞ്ഞു പോയത്.
സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. ആ വിശുദ്ധമായ പള്ളിയുടെ ചുറ്റും അല്ലാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നബിയുല്ലാഹി ദാവൂദ് നബി അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്നത്. നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട് ദാവൂദ് നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അവിടെ ഉണ്ട്, പക്ഷെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഖബർ മസ്ജിദുൽ അഖ്സന്റെ കോമ്പൗണ്ടിലാണ്. അവിടെയാണ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഉള്ളത്. മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുമ്പോൾ അതിന്റെ റൂട്ട് നോക്കണം. മക്കയിൽ നിന്ന് നേരെ നോർത്ത് വെസ്റ്റ് ആണ്, വടക്ക് പടിഞ്ഞാറാണ് മദീന. മദീനന്റെ നേരെ മേലെയാണ് വടക്ക് പടിഞ്ഞാറാണ് മസ്ജിദുൽ അഖ്സ. നേർ ലൈനിലാണ്. അതുകൊണ്ടാണ് മദീനയിൽ ഒരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഖിബ്ലതൈൻ. കണ്ടിട്ടില്ലേ? ഉംറക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ മദീന സിയാറത്ത് ചെയ്യുമ്പോൾ ആ പള്ളി കാണിച്ചു തരും. രണ്ട് ഖിബ്ലയിലേക്ക് നിസ്കരിച്ച പള്ളിയാണ്. ഒരു ഖിബ്ല ഇങ്ങനെയാണെങ്കിൽ ബാക്കിൽ ഒരു മെഹ്റാബിന്റെ ചിത്രം ഉണ്ടാവും. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? മസ്ജിദുൽ അഖ്സ നോർത്തിൽ വടക്കായിരുന്നു, മക്ക തെക്കാണ്. വടക്കിലേക്ക് റുക്കൂഅ് ചെയ്ത മുഴുവൻ ആളുകളും നിബിതങ്ങളും ഒരുമിച്ച് റുക്കൂഅയിൽ അങ്ങോട്ട് തിരിഞ്ഞു, നേരെ ഓപ്പോസിറ്റിലേക്ക്. ഇമാമ ബാക്കിലും മുഅ്മിനീങ്ങൾ മുമ്പിലും ആയപ്പോ കുഴപ്പമില്ല. വഹി നടന്ന ഒരു നിസ്കാരമാണ്, നേരെ ഓപ്പോസിറ്റ്. ആ ഒരു നേർരേഖയിൽ വരുന്ന 3 പള്ളികളാണിത്. മസ്ജിദുൽ അഖ്സ, അൽ അഖ്സ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദൂരെയുള്ളത്. അപ്പൊ ഇതിന്റെ ഇടക്ക് ദൂരെയുള്ള സംഭവം ഉണ്ടാവും, ഇടക്ക് ദൂരെയുള്ള സ്ഥലം ഉണ്ടാവും. ആ സ്ഥലം അന്ന് അവിടെ പള്ളി വന്നിട്ടില്ല. ആ ഇടക്ക് വന്ന ഖസ്വിയായ പള്ളിയാണ് അൽ മസ്ജിദുൻ നബവി. അൽ അഖ്സ ഏറ്റവും ദൂരെ എന്നല്ലേ? അപ്പൊ കുറച്ച് ദൂരം ഒരു പള്ളിന്റെ ഇടക്ക് വരാനുണ്ട് എന്ന സൂചന അൽ അഖ്സ എന്ന വാക്കിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അന്ന് മദീനത്തെ പള്ളി ഉണ്ടായിട്ടില്ല. മദീനത്തെ പള്ളി ഉണ്ടാകുന്നതിന് ശേഷമാണ്. ആ വിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് മഹാന്മാർ കിടക്കുന്നുണ്ട്. അവിടെയാണ് യൂനുസ് അലൈഹിസ്സലാം, അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടെയാണ് സാറ ബീവി ഉള്ളത്, ഇബ്രാഹിം നബിയുടെ ഭാര്യ, ഇസ്ഹാഖ് നബിയുടെ ഉമ്മ. അവിടെയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം ഉള്ളത്. അവിടെയാണ് ഇസ്ഹാഖ് നബിയും ഭാര്യ റിഫ്ഖ ബീവിയും ഉള്ളത്. അവിടെയാണ് യൂസുഫ് അലൈഹിസ്സലാം ഉള്ളത്. അതൊക്കെ നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും അവിടെ ചെന്നാൽ. മസ്ജിദുൽ അഖ്സന്റെ ചുറ്റുമാണ്. ഇങ്ങനെ ബറക്കത്തുള്ള വല്ലാത്തൊരു നാട്, അർളുൽ മഹ്ശരി വൽ മൻശർ. നാളെ അല്ലാഹു ഖിയാമത്ത് നാൾ സംവിധാനിക്കുമ്പോൾ വിചാരണ ചെയ്യുന്ന മൈതാനം മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ജെറൂസലേമും അതിന്റെ പരിസരങ്ങളുമായിരിക്കുമെന്ന് പരിശുദ്ധ ഹദീസിലുണ്ട്. ഭൂമി അല്ലാഹു നിരപ്പാക്കും. മഹ്ശറ എന്ന ആ സ്ഥലം വരുന്നത് ഇന്നത്തെ ഫലസ്തീൻ നിൽക്കുന്ന പ്രദേശമാണ്. മഹ്ശർ ഉണ്ടാകുന്നത് അവിടെയായിരിക്കും. ഇന്നത്തെ ജോർഡാൻ, ലെബനോൻ, സിറിയ, ഫലസ്തീൻ, ഈ ഏരിയക്കാണ് അന്ന് ഷാം എന്ന് പറയാൻ. പ്രധാനപ്പെട്ട ഫലസ്തീൻ തന്നെയാണ് അതിൽ. അവിടെയാണ് മഹ്ശർ സംവിധാനിക്കപ്പെടുന്നത്. അവിടെയാണ് ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്തിന്റെ മുമ്പായി വരുന്നത്. ഈ ഷാമിലാണ്. യൻസിലു അലൽ മനാറത്തിൽ ബൈളാ, വെളുത്ത ഒരു മുനാരത്തിലൂടെ സുബഹി നേരം 2 മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ട് യഖ്തുറു മിൻ റഅസിഹി മിഥ്ലുൽ ജുമാൻ, മുത്തുപോലോത്ത വളരെ മനോഹരമായ വജ്രകണങ്ങളെ പോലോത്ത വെള്ളത്തുള്ളികൾ വീണുകൊണ്ടിരിക്കുന്ന പോലെ ഈസാ നബി അലൈഹിസ്സലാം കുളിച്ചിറങ്ങുന്ന പോലെ അൽ മനാറത്തുൽ ബൈളാ ശർഖിയ ദിമഷ്ക്, ഡമസ്കസിന്റെ ഈസ്റ്റ് ഭാഗത്തുള്ള കിഴക്ക് ഭാഗത്തുള്ള പള്ളിയുടെ മുനാരത്തിലൂടെയാണ് വരിക. ഇത് പറയുമ്പോഴേ ഡമസ്കസ് എന്ന് പറഞ്ഞ നാട് തങ്ങൾ ഈ പറയുന്ന സമയത്തില്ല എന്നത് വലിയൊരു അത്ഭുതമാണ്. അതിനുശേഷം ഉണ്ടായ നാടാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തെ കൂഫയും ബസറയും ഉണ്ടാണ്. അതുവരെ ഈ ഇറാഖിൽ ആ 2 നാടില്ല, ആ 2 പ്രവിശ്യകളില്ല. എന്ന പോലെ ഡമസ്കസ് ഇല്ലായിരുന്നു. തങ്ങളുടെ പേരാ ഡമസ്കസ്. അവിടെ ഒരു നഗരം വരും. ഇന്ന് സിറിയന്റെ തലസ്ഥാനം. അവിടെ വലിയൊരു പള്ളിയുണ്ട്. ഇന്നുണ്ട് ആ പള്ളി, അൽ മസ്ജിദുൽ അമവി. 1350 കൊല്ലായി, 1400 കൊല്ലത്തിനടുത്തെത്തി അൽ മസ്ജിദുൽ അമവി. ആ പള്ളിയുടെ മുനാരമാണ് ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള പള്ളി. ഇതും ഷാമിന്റെ ഉള്ളിൽ. അവിടെയാണ് മഹ്ശർ വരുന്ന. ഈസാ നബി ഇറങ്ങി വരുന്ന പള്ളി അതാണ്. അവരിറങ്ങി വരുമ്പോ ആ പള്ളിയിൽ ഇമാം മഹ്ദി തങ്ങൾ നിസ്കരിക്കാൻ, സുബഹി നിസ്കരിക്കാൻ കാത്തിരിക്കുകയായിരിക്കുന്നു. ആ പള്ളിയെ ബാരിക്കേഡ് കെട്ടിയിട്ട് പൂട്ടിയിട്ടുണ്ടാകും. മുഅ്മിനീങ്ങൾ സുബഹി നിസ്കാരത്തിന് കാത്തിരിക്കുമ്പോ അതാ വരുന്ന റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഇമാം മഹ്ദി തങ്ങൾ പറയും, ഈസാ നബിയേ, ഇന്നത്തെ സുബഹി നിസ്കാരത്തിന് നിങ്ങൾ ഇമാം നിൽക്കണം. അപ്പൊ പറയും, ഇമാമുക്കും മിൻകും,
നിങ്ങളിലെ ഇമാം ഉമ്മത്ത് റസൂലുള്ളാഹിയിലെ നിങ്ങൾ തന്നെയാണ്, ഞാൻ നിൽക്കൂല, ഞാൻ മഅ്മൂമായിക്കോളാം. അങ്ങനെ ഇമാം മഹദി ഇമാമായി നിന്ന് 2 റക്അത്ത് സുബ്ഹി നിസ്കരിച്ചിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാം മസീഹുദ് ദജ്ജാലിനെ പിടിക്കാനുള്ള യാത്രക്ക് ആരംഭിക്കുന്നത്. ഈസാ നബിയുടെ ദഅവത്ത് ആരംഭിക്കുന്നത് ഈ നാട്ടിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഹദീസിൽ തങ്ങൾ പറഞ്ഞത് ഫസാദു ഷാം ഫസാദു ദുനിയ. അതുകൊണ്ട് ഷാമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതായത് ഫലസ്തീനിലും ജോർഡാനിലും ലെബനോനിലും സിറിയയിലും, ഈ 4 നാടുകൾ പ്രദേശത്തിന് ഷാം എന്ന് പറയാം. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോക പ്രശ്നത്തിന് കാരണമാകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഭയങ്കര അപകടമാണ്. പുണ്യനബി നിങ്ങൾ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. അതിന്റെ ചില സബബുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഇങ്ങനൊരു സംഭവമുണ്ട്, നമ്മുടെ ഈമാൻ വർദ്ധിക്കുക, ഇതൊക്കെ പുണ്യനബി നമ്മളോട് പറഞ്ഞു പോയ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് ബോധിക്കാൻ വേണ്ടി പറയാം. അർളുൽ മഹ്ശരി വൽ മൻശർ, ഇത് പുനരുദ്ധാരണ നാളെ അല്ലാഹു സംവിധാനിക്കുന്ന പ്രദേശമാണ്. ഹബീബായ നബി തങ്ങൾ അംബിയ ഇന്ന് 2 റക്അത്ത് ഇമാമായി നിൽക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 റക്അത്ത് നിസ്കരിക്കുന്നു. അപ്പോൾ സംശയം വരും, നിസ്കാരം നിർബന്ധമാകുന്നത് മിഅ്റാജ് പോയിട്ടല്ലേ? അപ്പോ അവിടെ പോണതിന് മുമ്പ് തന്നെ തങ്ങൾ നിസ്കരിച്ചല്ലോ, അപ്പൊ എവിടുന്നാ തങ്ങൾ നിസ്കാരം മനസ്സിലായത്? പുണ്യനബിക്ക് നിസ്കാരമുണ്ട് മക്കയിൽ. മക്കയിലായിരിക്കെ തന്നെ നബി തങ്ങൾ നിസ്കരിക്കുമായിരുന്നു. അലാ സ്വലാത്തി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നിസ്കാരമുണ്ട് നബി തങ്ങൾക്ക്. റക്അതാനി ഫിൽ വുദൂഇ വറക്അതാനി ഫിൽ അസ്വീൽ. രാവിലെ 2 റക്അത്തും വൈകുന്നേരം 2 റക്അത്തും നബി തങ്ങൾ നിസ്കരിക്കാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് തഹജ്ജുദ് എന്ന് ഫർളായിരുന്നു, സ്വഹാബികൾക്ക് ഫർളല്ല. സ്വഹാബികൾ നബി തങ്ങൾ നിസ്കരിക്കുന്ന കണ്ട് നിസ്കരിച്ചവരുണ്ട്. പക്ഷെ തങ്ങൾക്ക് നിസ്കാരമുണ്ട് മക്ക കാലഘട്ടം. മദീനയിലേക്ക് 13 കൊല്ലം കഴിഞ്ഞ ശേഷം നിസ്കാരവും ജുമുഅക്ക് വരുന്നത് മദീന കാലഘട്ടത്തിലാണ്. ഭയങ്കര അത്ഭുതമല്ലേ അത്? പുണ്യനബി ഏറ്റവും വലിയൊരു മഹാസമ്മേളനത്തിന്റെ സാക്ഷിയായി. അങ്ങനത്തെ ഒരു സമ്മേളനം ലോകത്ത് നടന്നിട്ടില്ല. 1,24,000 വരുന്ന പ്രവാചകന്മാർ, അവർക്ക് മുഴുവനും അല്ലാഹു റിസറക്ഷൻ നൽകി, പുനരുദ്ധാരണം നൽകി. ജീവനോടെ ശരീരത്തോടെ അഷ്റഫുൽ ഖൽഖിന് വേണ്ടി അല്ലാഹു ജെറൂസലേമിലെ പള്ളിയിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി. അവരെ മുഴുവനും അവിടെ ഹബീബിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചു. ഈ അംബിയാഇന്റെ ഇമാമാണ്, അവരുടെ നേതാവാണ്, അവരുടെ സയ്യിദാണ്, ഖാതിമുർ റസൂലാണ്, അഷ്റഫുൽ ഖൽഖാണ് എന്ന് ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ചെയ്ത പണിയാണിത്. ഉമർ റളിയല്ലാഹു അൻഹു തൗറാത്തിന്റെ 2 കഷ്ണം നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു കൊടുത്തപ്പോൾ, നബിയേ ഇതിൽ തത്വജ്ഞാനങ്ങളുണ്ടല്ലോ, ഇതിൽ എന്തൊക്കെയോ ഹിക്മത്തുണ്ടല്ലോ, വേർഡ്സ് ഓഫ് വിസ്ഡം, തത്വജ്ഞാനങ്ങളുണ്ട് നബിയേ എന്ന് പറഞ്ഞ് ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ നബി തങ്ങളുടെ മുഖം ചമന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഹബീബ് ദേഷ്യപ്പെട്ടത്. അവിടെ നിന്ന് പറഞ്ഞു, ഉമറേ ലൗ കാന മൂസാ ഹയ്യൻ, മൂസ നബി അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ, സാക്ഷാൽ മൂസ നബി പോലും എന്റെ ഖുർആനാണ് സ്വീകരിക്കുക, തൗറാത്തായിരിക്കില്ല. അങ്ങനത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ ഖുർആനും അതിന്റെ ഹദീസുകളും മനസ്സിലാവുന്നതിന്റെ മുമ്പ് തന്നെ നിങ്ങൾ എവിടെയാണ് സത്യം എവിടെയാണ് മിഥ്യയെന്നറിയാതെ, ഏതാണ് ചേർക്കപ്പെട്ടത് ഏതാണ് അടിസ്ഥാനപരമായ റബ്ബിന്റെ വചനങ്ങൾ എന്ന് മിക്സായി പോയ ഒരു ഗ്രന്ഥത്തെ എങ്ങനെയാണ് നിങ്ങൾ കയ്യിലെടുക്കുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ, മൂസാ നബി സാക്ഷാൽ തൗറാത്ത് കൊണ്ടുവന്ന നബി എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മൂസാ നബി ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ, എന്നെയായിരിക്കും മൂസ നബി പിൻപറ്റുക സല്ലല്ലാഹു അലൈഹി വസല്ലം. കഥീബുൽ അഹ്മർ, മൂസ നബിയുടെ ഖബർ നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. ചാവുകടലിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ജെറുസലേമിൽ നിന്ന് എക്സിറ്റ് ആയാൽ പിന്നെ താഴേക്ക് പോവുക, ഭൂമിയുടെ സമുദ്രനിരപ്പിൽ നിന്ന് 300 മീറ്റർ താഴേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ഏറ്റവും താഴെ കിടക്കുന്ന സ്ഥലം, ചാവുകടൽ നിൽക്കുന്ന സ്ഥലം. അദ്നൽ അർള് ഗുലിബത്തിർ റൂം, അലിഫ് ലാം മീം, ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർള് വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റോമക്കാർ, യൂറോപ്പുകാർ പരാജിതരായി എന്ന് പറയുന്ന ഭാഗം. പേർഷ്യക്കാരുമായി നടന്ന യുദ്ധത്തിൽ റോമക്കാർ പരാജയപ്പെട്ടു. എവിടെ? ഫീ അദ്നൽ അർള്, അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് എർത്ത്, ഭൂമിയിലെ ഏറ്റവും താഴെയുള്ള സ്ഥലം. ഇത് ഖുർആൻ പറയുമ്പോഴേ ശാസ്ത്രം പോലും കണ്ടെത്തിയിട്ടില്ല ചാവുകടൽ ഭൂമിയുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആണെന്ന്. അത് ഖുർആൻ പറഞ്ഞൊരു അത്ഭുതമാണ്. ഫീ അദ്നൽ അർള്, ഏറ്റവും താഴെ കിടക്കുന്ന സ്ഥലം. ദുനിയാവിൽ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന സ്ഥലം വേറല്ല. സമുദ്രം, കോഴിക്കോട് നമ്മളെ കടൽ പറയില്ലേ, സമുദ്രനിരപ്പ് എന്നല്ലേ കാണിക്കുക. ഈ സമുദ്രനിരപ്പിൽ നിന്ന് 300 ചില്ലറ മീറ്റർ താഴെയാണ് ചാവുകടൽ എന്ന കടൽ കിടക്കുന്നത്.
ചാവുകടൽ, ഒരു ജീവി അതിനുള്ളിലില്ല. സമൂദ് ഗോത്രക്കാരെ ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചത് അതിന്റെ വക്കത്താണ്, അതിന്റെ പരിസരത്താണ്. ആ സംഭവത്തെ ഖുർആൻ പറഞ്ഞ അത്ഭുതം നോക്കണം. ഫീ അദ്നൽ അർദ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ ആ ഒരു ചാവുകടലിലേക്ക് പോകുന്ന, ആ ചാവുകടലിൽ ചെന്ന് അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ ജോർഡാൻ, റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഈലാത്ത് വഴി ഈജിപ്തിന്റെ ബോർഡറിലേക്ക് പോകും. ആ പോകുന്ന വഴിയിൽ വലതുഭാഗത്ത് കാണാം ദരീഹുൻ നബി മൂസ അലൈഹിസ്സലാം. ദിസ് ഈസ് ദ മൗസ്ലിയം ഓഫ് പ്രൊഫറ്റ് മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബറാണ് ഇവിടെ. ചെന്നാൽ കാണാൻ പറ്റും മൂസ നബി അലൈഹിസ്സലാം. തങ്ങൾ യാത്ര പോകുമ്പോ പറഞ്ഞു, ഞാൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോ അലൽ കസീബിൽ അഹ്മർ, ചമന്ന ഒരു കുന്നിന്റെ അരികത്തുകൂടെ ചെല്ലുമ്പോ റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി അലൈഹിസ്സലാം ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കണ്ടു. അമ്പിയ മുഴുവൻ ജീവിച്ചിരിക്കുന്നവരാണ്, മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരിക്കുന്നവരാണ്. ഇത് മുസ്ലിമിന്റെ വിശ്വാസവും അഖീദയുമാണ്. ഇതില് തർക്കിക്കാൻ വന്നാൽ പ്രശ്നമാണ്, ഈമാനെ ബാധിക്കുന്ന പ്രശ്നമാണ്. പുണ്യനബി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തങ്ങളോട് ശിക്കായത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മരിച്ചു പോയില്ലേ, തീർന്നില്ലേ എന്ന് പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം. അമ്പിയ ജീവിച്ചിരിക്കുന്നവരാണ്, അഹ്യാ ആണ്, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഈ വർത്താനം കേട്ട ജീവിച്ചിരിക്കുന്നവരല്ല എന്നല്ലേ വിചാരിക്കുക, ഒക്കെ തീർന്നു എന്നല്ലേ വിചാരിക്കുക. പുണ്യനബിയോട് നമ്മൾ സ്വലാത്തും സലാമും പറഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ അതിന്റെ സലാം അടക്കുന്നവരാണ്. ഉമ്മത്തിന് സലാം അടക്കും നബി തങ്ങൾ. ഇവിടുന്ന് വാക്കാലൂരുന്ന സ്വലാത്തു വസ്സലാം അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ അത് ആരാ പറഞ്ഞത്? അവരും അവരുടെ വാപ്പയുടെ പേരും തറവാട് പേരും ഹബീബിന് അറിയും, അള്ളാഹു അറിയിച്ചു കൊടുക്കുമെന്ന് തങ്ങൾ തന്നെ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ ഹദീസ് അല്ലേ. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. നോക്കണം, അമ്പിയാക്കന്മാർ അവിടെയും ഇബാദത്തിലാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇബാദത്ത് നമുക്ക് നിർബന്ധമല്ല, പക്ഷെ അമ്പിയാക്കന്മാർ അത് ചെയ്തുകൊണ്ടിരിക്കും. സയ്യിദുനാ മൂസാ നബിയെ കണ്ടു. അവരും ഇതുവരെ മരിച്ചിട്ടില്ലാത്ത നബിയായ ഈസാ നബി അലൈഹിസ്സലാം, ചില റിവായത്തുകളിൽ ഇപ്പോഴും മരിച്ചിട്ടില്ലാത്ത ഖിദർ നബി അലൈഹിസ്സലാം, ഇവരൊക്കെ നിബിതങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ സ്ഥലമാണ് ജെറൂസലേമിലെ പള്ളി. അല്ലാമ ഇബ്നു കസീർ തങ്ങള് ഹിസ്റ്റോറിയനാണ്, അവർ മുഅർരിഖാണ്, ചരിത്ര പണ്ഡിതനാണ്, മുഫസ്സിറാണ്, ലുഗവിയാണ്, ഗ്രമേറിയനാണ്. മഹാനവറുകളുടെ തഫ്സീറിൽ ഒരു അത്ഭുതകരമായ സംഭവമുണ്ട്. മസ്ജിദുൽ അഖ്സയുടെ ഭരണം അന്ന് നടത്തുന്നത് റോമക്കാരാണ്. അന്ന് പുണ്യനബി തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അബൂ സുഫിയാന്റെയും കൂട്ടരുടെയും കച്ചവട സംഘം ഈലിയായിൽ എത്തുന്നത്, ജെറൂസലേമിലേക്ക് എത്തുന്നത്. അപ്പൊ അന്നത്തെ റോമൻ ഭരണാധികാരി പുണ്യനബി തങ്ങളുടെ കത്ത് കയ്യിൽ കിട്ടിയ കാലം മക്കക്കാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട്, അവരൊക്കെ നിന്റെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു പറഞ്ഞു. അവരൊക്കെ വന്നു. അങ്ങനെ രാജാവിന്റെ മുമ്പിൽ അബൂ സുഫിയാനും സംഘവും ഹാജരായ വിഷയം ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ അത്ഭുതകരമായ ഒരു സംഭവമാണ്. അബൂ സുഫിയാനോട് പറഞ്ഞു, നിങ്ങളാണോ നേതാവ്? അതെ, നേതാവ് എന്നെ ഫേസ് ചെയ്ത് മുമ്പിലിരിക്കും. പിന്നെ ആരൊക്കെ കൂടെ വന്നത്? നിങ്ങളൊക്കെ അല്ലെ? നിങ്ങളൊക്കെ നേതാവിന്റെ ബാക്കിൽ എന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കണം. പിന്നെ നിങ്ങളുടെ നേതാവെങ്ങാനും നുണ പറഞ്ഞാൽ നിങ്ങൾ കൈപൊക്കണം. അബൂ സുഫിയാൻ പറയാൻ, നബി തങ്ങളെ കുറിച്ചാ ചോദിച്ചത്. കഴിവിന്റെ പരമാവധി നുണ പറയാൻ ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ എന്റെ പിറകുന്ന് വരെന്താ കാട്ടുന്നത് എനിക്ക് അറിയില്ലല്ലോ, മാനം പോവില്ലേ, അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞു. എന്നോട് ചോദിച്ചു, രാജാവ്, ഈ മുഹമ്മദ് നബി നിങ്ങൾ അറിയുമോ? അതെ, അറിയും. ഇവരുടെ ഖബീലയും നാടും അറിയുമോ? അറിയും. മാന്യമായ കുടുംബത്തിലാണോ അല്ല ഒരു കച്ചറ കുടുംബത്തിലാണോ? ഇത് മാന്യമായ കുടുംബത്തിലാ ജനിച്ചത്. ഇവര് മുമ്പ് കളവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പൊ അടുത്തൊരു സംഭവം പറഞ്ഞു. നിങ്ങളുടെ നാട്ടിൽ ഇവിടെ വന്നുവെന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് ഉടനെ തന്നെ തിരിച്ചു പോന്നുവെന്നും അതിന്റെ ഇടയ്ക്ക് ഏഴാകാശവും യാത്ര ചെയ്ത് അള്ളാഹുവിനെ കണ്ടുപോന്നു എന്നൊക്കെ പറയുന്നൊരു യാത്ര, അതൊരു നുണയാണോ എന്നൊരു സംശയമുണ്ട്. വേറൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പൊ അവിടെ കൊട്ടാരത്തിൽ നിൽക്കുന്ന പാട്രിയാർക്കീസ്, മസ്ജിദുൽ അഖ്സയുടെ പരിപാലനം ചെയ്യുന്ന അവിടുത്തെ പുരോഹിതൻ രാജാവിനോട് അനുമതി ചോദിച്ചു. രാജാവേ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ എന്ന് ചോദിച്ചു. അതെ, പറഞ്ഞോളൂ. രാജാവേ, അത് സംഭവിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. റജബ് മാസം മസ്ജിദുൽ അഖ്സയുടെ ചരിത്രത്തിൽ അതിന്റെ മെയിൻ കവാടം അടക്കാൻ കഴിയാതെ ഞങ്ങൾ പോകുന്ന ഒരു രാത്രിയുണ്ട്. അന്ന് രാത്രി ഞാൻ വാതിലടച്ചു പോരുമ്പോ, പള്ളി മുഴുവനും പൂട്ടിപ്പോരാൻ നോക്കുമ്പോ വാതിലിന്റെ മുകളിൽ
ബിൽഡിംഗ് ജാമായിരിക്കുകയാണ്, എനിക്ക് വാതിൽ അടക്കാൻ പറ്റിയില്ല. അന്ന് രാത്രി ലഭ്യരായ ആശാരിമാരെ കൊണ്ടുവന്ന് അവർ പറഞ്ഞു, ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിൽഡിംഗ് ഇങ്ങ് ജാമായിട്ടുണ്ട് ഡോറിലേക്ക്, നാളെ എന്തെങ്കിലും ചെയ്യാം, രാത്രി നമുക്കൊന്നും ചെയ്യണ്ട, ലീവ് ഇറ്റ് ഓപ്പൺ. അങ്ങനെ അടക്കാതെ വന്നൊരു രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പിറ്റേന്ന് രാവിലെ ഞാൻ ആ പള്ളി അതിന്റെ വാതില് പരിശോധിക്കാൻ വേണ്ടി വരുമ്പോ മസ്ജിദുൽ അഖ്സയുടെ മുമ്പിൽ ആയിരക്കണക്കിന് ആളുകളുടെ കാൽപെരുമാറ്റത്തിന്റെ അടയാളം അതിന്റെ മുറ്റത്ത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട ആളാണ്. ഇതൊരു വിശുദ്ധരായ നബിക്ക് വേണ്ടി പ്രവാചകന്മാരെ അള്ളാഹു പുനരുജ്ജീവിപ്പിച്ച ആ സംഭവം നടന്നതായിരിക്കണമെന്നാണ് രാജാവേ എന്റെ വിശ്വാസം. രാജാവ് പറഞ്ഞു, ശരിയായിരിക്കാം. അബൂ സുഫിയാൻ പറ, ഞാൻ ആ പറഞ്ഞത് അവിടെ പൊളിഞ്ഞു. മസ്ജിദുൽ അഖ്സയ്ക്ക് വന്നത് നുണയാകുമെന്ന് ഞാൻ പറയാൻ നോക്കി. പിന്നെ പലതും ചോദിച്ചു. രാജാവ് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ പ്രവാചകന്റെ കൂടെ കൂടുന്നത് മുതലാളിമാരോ പാവപ്പെട്ടവരോ? കൂടുതലും പാവപ്പെട്ടവരാണ്. യുദ്ധം എങ്ങനെയാണ്? അവരാണോ നിങ്ങളോ ജയിക്കുന്നത്? അൽ ഹർബു ബൈനനാ സിജാൽ. ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും, ചിലപ്പോൾ അവർ ജയിക്കും. ഇവിടുത്തെ അനുയായികൾ കൂടുകയാണോ കുറയുകയാണോ? കൂടുകയാണ്. ഈ പ്രവാചകന്റെ കുടുംബത്തിൽ രാജാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടോ? ആ രാജാധികാരം തിരിച്ചു പിടിക്കാനുള്ള ഒരു തന്ത്രമായിരിക്കുമോ പ്രവാചകത്വം? അല്ല, രാജാക്കന്മാരൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. ഇത് പറഞ്ഞിട്ട് റോമൻ രാജാവ് ഒരു കാര്യം പറഞ്ഞു, പ്രവാചകന്മാർ മുഴുവനും ഇങ്ങനെയാണ്, അവരുടെ കൂടെ കൂടിയത് ബഹുഭൂരിഭാഗം പാവങ്ങളാണ്, അവരുടെ അനുയായികൾ കൂടുകയാണ് ചെയ്യുന്നത്, ആ സത്യം വിജയിക്കും. പടച്ചുതമ്പുരാനെ തന്നെയാണ് സത്യം, ഈ സത്യപ്രവാചകൻ മക്കയും മദീനയും അതിജയിക്കുമെന്ന് ആ റോമൻ രാജാവ് പറഞ്ഞ് ഇസ്ലാം സ്വീകരിക്കാൻ അടുത്തിരുന്നു. കൂടുതൽ ആൾക്കാർ പഴപ്പിച്ചു, നിങ്ങളിപ്പോ രാജാവായിട്ട് ഈ പുതിയ മതത്തിലേക്ക് പോവാണോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയുണ്ടായത്. ഇസ്രാ മിഅ്റാജിന്റെ ഒരു അത്ഭുതം നടന്നത് രാജാവിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ഈ സംഭവം അല്ലാമ ഇബ്നു കസീർ തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റബ്ബ് തആല കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് ഭൂമിയിൽ കാണിച്ചു കൊടുത്ത കാഴ്ചകളാണ് ഇതൊക്കെ. ഇങ്ങനെയെല്ലാം ചില അദാബുകൾ, ചില പരീക്ഷണങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. ഉമ്മത്തികളോട് കരുതലോടെ ഇരിക്കാൻ പറയണം. മദ്യം ഹറാമാകുന്നതിന്റെ മുമ്പ്, വ്യഭിചാരം ഹറാമാകുന്നതിന്റെ മുമ്പ്, ഒരുപാട് നിയമങ്ങൾ വരുന്നതിന്റെ മുമ്പ് ആ നിയമങ്ങൾ വരുന്നു എന്ന സൂചനയാണ് അല്ലാഹുവിന്റെ ഹബീബിന് കൊടുക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉപ്പയായ സയ്യിദുനാ ആദം അലൈഹിസ്സലാമിനെ കണ്ടു. ആദം അലൈഹിസ്സലാം അലാ സൂറത്തി, ആദം നബി 60 മുഴം നീളമുള്ള മനുഷ്യനായിരുന്നു. ആദം നബി അലൈഹിസ്സലാം 60 മുഴം, ഒരു 6 നില കെട്ടിടത്തിന്റെ ഹൈറ്റ് ഉണ്ടാവും. അപ്പോ സയ്യിദുനാ ആദം അലൈഹിസ്സലാം നബി ചോദിച്ചു, ജിബ്രീലേ ഇതാരാണ്? അബൂക ആദം, മനുഷ്യരുടെയും അങ്ങയുടെയും ഒക്കെ പിതാവായ ആദം നബിയാണ്. നബിയേ അസ്സലാമു അലൈക യാ ഇബ്നി, എന്റെ മോനെ അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആദം നബിയുടെ സലാം. ആകാശ ലോകങ്ങളിലേക്കെടുത്ത യാത്രയുടെ സ്പീഡ് നമുക്ക് അനുമാനിക്കാൻ പോലും കഴിയില്ല. മനുഷ്യ ചിന്തകൾക്കും ശാസ്ത്രീയ നിഗമനങ്ങൾക്കും അതീതമാണിത്. കാരണം ഇതൊരു മുഅ്ജിസത്താണ്. A mu'jiza, a miracle cannot be described by physical science. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വിശദീകരിക്കാൻ പറ്റില്ല. നമ്മുടെ സയൻസിന്റെ ഒരു നിയമം വെച്ചിട്ടും ഒരു മുഅ്ജിസത്തിനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റൂല. അതാണ് മുഅ്ജിസത്ത്. അത് അങ്ങനെ വിശ്വസിക്കുന്നതാണ് മുഅ്മിനായ മനുഷ്യൻ. ആര് പറഞ്ഞു ഇത്? പുണ്യനബി പറഞ്ഞതാണ്. ആര് കൊണ്ടുപോയി? അല്ലാഹു കൊണ്ടുപോയതാണ്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. Allah is capable of doing anything in any way he wants. അല്ലാഹുവിന് വേണ്ട വിധം എന്തും ചെയ്യാൻ കഴിയുന്നവനാണ് അല്ലാഹു. ഇത് മനസ്സിലായാൽ ഹബീബിന്റെ ഇസ്രാ മിഅ്റാജ് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അവര് ചോദിച്ചില്ലേ, ആദ്യ നബി തങ്ങൾ സംസാരിച്ചത് ആരോട്? അബൂജഹലിനോട്. അബൂജഹൽ തമാശയാക്കി നേരെ ഓടിച്ചെന്നു അബൂബക്കർ സിദ്ദീഖ് നടന്നത്. അബൂബക്കറേ, നിന്റെ കൂട്ടുകാരന് ഭ്രാന്താണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നില്ലേ? എന്താ പ്രശ്നം? ഇന്നലെ ഈലിയായിൽ പോയി മസ്ജിദുൽ അഖ്സ കണ്ടുപോൽ, 7 ആകാശവും കടന്ന് തിരിച്ചു വന്നുപോൽ, നീ വിശ്വസിക്കുന്നുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചൊറ്റ ചോദ്യം ചോദിച്ചത്, എന്റെ ഹബീബ് നിങ്ങളോടത് പറഞ്ഞോ? പറഞ്ഞു. സ്വദ്ദഖ്തുഹു, ഞാനത് വിശ്വസിച്ചു. എന്റെ റസൂൽ നുണ പറയില്ലെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടെ മുതലാണ് അബൂബക്കർ എന്ന് മാത്രം പേരുണ്ടായിരുന്നവർക്ക് അബൂബക്കർ അസ്-സിദ്ദീഖ് എന്ന് സ്വഹാബികൾ പേരിട്ടത്. ഇസ്രാ മിഅ്റാജ് അങ്ങനെ വിശ്വസിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്ഭുതമായിരുന്നില്ലേ അത്? റബ്ബിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു കൊണ്ടുപോയ യാത്രയാണത്. 2ാം ആകാശത്ത് കണ്ടുമുട്ടി യഹ്യാ നബി, ഈസാ നബി അലൈഹിസ്സലാമിനെ. അതിലൊരു നബി ജീവിച്ചിരിപ്പുള്ള നബിയാ ഈസാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി ഷഹീദായി മരിച്ചുപോയ നബിയാണ്. 3ൽ കണ്ടുമുട്ടി നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം.
പിന്നെ ഇദ്രീസ് അലൈഹിസ്സലാം, പിന്നെ ഹാറൂൻ അലൈഹിസ്സലാം, പിന്നെ മൂസ അലൈഹിസ്സലാം. 7-ാം ആകാശത്തുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു വലിയ വൃക്ഷത്തിന്റെ താഴെയാണ് ഇരിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരുപാട് കുട്ടികൾ കൂടെയുണ്ട്. അവൻ നബി തങ്ങൾ ചോദിച്ചു, ആരാണ് ജിബ്രീലേ ഇത്? ആരാണ് ഈ മക്കള് എന്ന് ചോദിക്കുമ്പോ നബിയേ, ഇത് പ്രവാചകന്മാരുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇന്നത്തെ ഫലസ്തീനിലെ ഹിബ്രോണിൽ അന്ത്യവിഷമം കൊള്ളുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആരാ കുട്ടികള്? മുസ്ലിമീങ്ങളുടെ ഉമ്മമാരിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയ പിഞ്ചു പൈതങ്ങൾ. അവരുടെ കെയർ ടേക്കറാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞ് മരിച്ചു പോകുമ്പോ വേദനയുണ്ട്. എന്നാൽ ആ കുഞ്ഞിനെ, മരിച്ചുപോയ കുഞ്ഞിനെ പരിപാലിക്കുന്നത്, സ്വർഗത്തിൽ കടക്കുന്നവരെ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആണെങ്കിൽ ആശ്വസിക്കാൻ അതിൽ വകയുണ്ട്, സമാധാനിക്കാൻ അവിടെ പ്രതീക്ഷയുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. പുണ്യനബിയേ, അങ്ങയുടെ അനുയായികളോട് പറയണേ, ഞാൻ അവരോട് സലാം പറഞ്ഞു എന്ന് പറയണേ എന്ന് നമ്മളോട് സലാം പറഞ്ഞയച്ചിട്ടുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങയുടെ ഉമ്മത്തികളോട് പറയണം, ഇബ്രാഹിം നബി നിങ്ങളോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം പറഞ്ഞു എന്ന് പറയണേ. നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം. വഅലൈക വഅലാ നബിയിന സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം സലാം പറഞ്ഞു, നബിയേ, ഞാൻ അവർക്കൊരു സമ്മാനം കൊടുക്കാം. ഗർസുൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു കൃഷി ഞാൻ തരാം. അത് ചൊല്ലുന്തോറും അവരുടെ കൃഷിയിടങ്ങളിൽ, സ്വർഗങ്ങളിൽ ഓരോരോ മനോഹരമായ വൃക്ഷങ്ങൾ അല്ലാഹു അവർക്ക് നട്ടുകൊടുക്കും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഖിറാസുൽ ജന്ന, ഇത് സ്വർഗത്തിന്റെ നിധിയാണ്. കൻസും മിൻ കുനൂസിൽ ജന്ന എന്ന് നമുക്ക് സമ്മാനം കൊടുത്തയച്ചു റസൂലുള്ളാഹി തങ്ങളുടെ കൈകളിൽ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി നമ്മളെ ബന്ധതാണ്. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലാ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. കഅബാലയത്തിന്റെ സൃഷ്ടിപ്പ് കഴിഞ്ഞതിന് ശേഷം, പുനരുദ്ധാരണം നടന്നതിന് ശേഷം ജബലുസ് സഫയിൽ കയറിയിട്ട് അല്ലാഹു വിളിച്ചു പറയാൻ പറഞ്ഞ വിളിയാളമാണ് ഹാജിമാരെന്ന് ഉത്തരം കൊടുക്കുന്ന ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. റബ്ബേ, നീ വിളിച്ചില്ലേ ഇബ്രാഹിം നബിയുടെ നാവിലൂടെ, ആ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകുകയാണ്. റബ്ബേ, ഉത്തരം നൽകുകയാണ്. ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സിദ്റത്തുൽ മുൻതഹായുടെ അരികത്ത് കൂടെയാണ് കടന്നു പോകുന്നത്. അത് സ്വർഗത്തിന്റെ ഒരു വൃക്ഷമാണ്, മനോഹരമായ വൃക്ഷം. ഇത് ദുനിയാവിന്റെ അവസാനം അവിടെയാണ് സിദ്റത്തുൽ മുൻതഹാ. അള്ളാഹുവിന്റെ വഹി വരുന്നത് സിദ്റത്തുൽ മുൻതഹായിലേക്ക്. അവിടെ നിന്നാണ് മലക്കുകൾ കൊണ്ടുപോകുന്നത്. ദുനിയാവിന്ന് പോകുന്ന അമലുകൾ മുഴുവൻ എത്തിച്ചേർന്ന് അവസാനിക്കുന്ന സിദ്റത്തുൽ മുൻതഹായിൽ. അവിടെ നിന്നാണ് റബ്ബിന്റെ ഹദ്റത്തിലേക്ക് ഉയരുന്നത്. അങ്ങനെ അമലുകൾ അവസാനിക്കുന്നതും വരുന്നതും സമ്മേളിക്കുന്ന ഇടമാണ് ഈ പരിശുദ്ധമായ വൃക്ഷമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വൃക്ഷത്തിന്റെ മുരടിൽ നിന്ന് 4 നദികൾ ഒഴുകുന്നുണ്ട്. നഹ്റാനി ഫിൽ ജന്ന വ നഹ്റാനി ഫിൽ അർള്. 2 നദികൾ ഭൂമിയിലേക്കാണ്, 2 നദികൾ സ്വർഗ്ഗലോകത്തേക്കാണ് എന്ന് പറയുമ്പോ, ഭൂമിയിലൂടെ ഒഴുകുന്ന 2 നദികൾക്ക് ആ സ്വർഗ്ഗലോകവുമായി ഒരു ബന്ധമുണ്ട്, ഒരാത്മീയ ബന്ധമുണ്ട്. ലേക്ക് വിക്ടോറിയയിൽ നിന്നാണ് നൈൽ നദി ഒഴുകുന്നത്. ആ നൈലിനെ കുറിച്ചാണ് നബി തങ്ങൾ പറഞ്ഞത് അന്നീലു വൽ ഫുറാത്ത്. രണ്ടാമത്തേത് ഇറാഖിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദിയാണ്. നൈലും യൂഫ്രട്ടീസും നമുക്ക് പരിശുദ്ധങ്ങളായ വെള്ളങ്ങളാണ്. ഏറ്റവും ശുദ്ധമായ വെള്ളം, ഏറ്റവും പുണ്യമായ വെള്ളം ഹബീബിന്റെ വിരലിലൂടെ അണപൊട്ടി ഒഴുകിയ വെള്ളമാണ്. അതൊന്നും കിട്ടാനില്ല. രണ്ടാമത്തെ ശ്രേഷ്ഠമായത് സംസമാണ്. അത് കിട്ടാനുണ്ട്. അല്ലാഹു അത് കുടിക്കാൻ തൗഫീഖ് തരട്ടെ, ധാരാളം കുടിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അത് അല്ലാഹു ബഹുമാനിച്ച ശഈറത്താണ്, അല്ലാഹുവിന്റെ അടയാളമാണ്. മൂന്നാമത്തേതാണ് ഹൗദുൽ കൗസർ. അത് കഴിഞ്ഞാൽ പിന്നെ മാഉൻ നീൽ, നൈൽ നദിയിലെ വെള്ളമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ യൂഫ്രട്ടീസ് നദിയിലെ വെള്ളമാണ്.
ഈ രണ്ട് നദികൾക്കും ബന്ധമുള്ളത് സിദ്റത്തുൽ മുൻതഹായുടെ മുരടിലൂടെ ഒഴുകുന്ന രണ്ട് നദികൾക്ക് ബന്ധമുണ്ട്. എങ്ങനെയാണ് ആ ബന്ധമെന്ന് ഭൗതികമായി വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയൂല. രണ്ട് നദികൾ ഒഴുകുന്നത് സ്വർഗ്ഗലോകത്തേക്കാണ്. ഇത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم رفعت الى مستوى سمعت فيه صريف الاقلام. പിന്നെ അല്ലാഹു എന്നെ ഒരു മനോഹരമായ സ്ഥലത്തേക്ക് എന്നെ ഉയർത്തിക്കൊണ്ടുപോയി. അവിടെ മാലാഖമാർ ഓരോരോ മനുഷ്യരുടെ, നമ്മൾ ഓരോരുത്തരുടെയും മരണം വരെ നടക്കാൻ പോകുന്ന അല്ലാഹുവിന്റെ ഖദർ ഖലാഉകൾ രേഖപ്പെടുത്തുന്ന പേനയുടെ ശബ്ദം ഞാൻ അവിടുന്ന് കേട്ടു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പോകുന്നത് ബഹറുൻ നൂറിലേക്കാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇവിടുന്ന് അങ്ങോട്ട് പോരാൻ എനിക്ക് പെർമിഷൻ ഇല്ല. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ വരികയാണെങ്കിൽ എന്റെ 600 പ്രകാശത്തിന്റെ ചിറകുകൾ കരിഞ്ഞു പോകും നബിയേ. ഇവിടുന്ന് അങ്ങോട്ട് ട്രസ്പാസ് ചെയ്യാൻ എനിക്ക് അവകാശമില്ല. അതുകൊണ്ട് അങ്ങ് ഒറ്റയ്ക്ക് പോകണം. അതാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പാടിയത്. ഹത്താ ലി ബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ്. ഉമർ ഖാലിദ്. ഹത്താ ലി ബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ് في شطه غربا فودع وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. ബഹറുന്നൂറിൽ എത്തുമ്പോ നബിയേ, അങ്ങൊറ്റയ്ക്ക് പോകണമേ, എനിക്ക് കൂടെ വരാൻ പറ്റില്ല നബിയേ. അതുകൊണ്ടാണ് മനുഷ്യരുടെ ബശരീയത്ത് എന്ന് പറയുന്ന ഹബീബായ നബി തങ്ങളുടെ ബശരീയത്ത് എന്ന സ്വഭാവത്തിൽ നിന്നും മലക്കൂത്തിലേക്ക്, മലായിക്കത്തിന്റെ ആ ഒരു സ്വഭാവത്തിലേക്ക് ഹബീബിന്റെ ശരീരഘടനയെ അള്ളാഹു മാറ്റുന്ന രംഗമാണത്. അതിന്റെയും മീതെ അങ്ങനെ പോയ യാത്രയിലാണ് അള്ളാഹുവിനെ കണ്ടു എന്ന് ആലിമീങ്ങൾ പറയുന്നത്. അതാണ് ലഖദ് റആ മിൻ ആയാതി റബ്ബിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് അൽ കുബ്റയായ ഒരു ആയത്ത്. ലഖദ് റആ അൽ കുബ്റ മിൻ ആയാതി റബ്ബി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം നബി തങ്ങൾ കണ്ടു എന്നത്, അല്ലാഹുവിനെ കണ്ടു എന്നതാണെന്ന് മഹാന്മാർ പറയാൻ കാരണം അതാണ്. കാരണം മനുഷ്യ പ്രകൃതത്തിൽ അല്ലാഹുവിനെ കാണുക സാധ്യമല്ല. മൂസ നബി ചോദിച്ചു, സീനാ മലയിൽ നിന്നുകൊണ്ട്, തുവാ താഴ്വരയിൽ നിന്നുകൊണ്ട് നമുക്ക് യാത്ര ചെയ്താലെത്തും ഫലസ്തീനിൽ നിന്ന് 600 കിലോമീറ്റർ. ഫലസ്തീന്റെ ബോർഡർ കഴിഞ്ഞ് ഈജിപ്തിലേക്ക് വന്നാൽ ഒരു 450-500 കിലോമീറ്റർ ഓടിയാൽ സീനാ മരുഭൂമിയുടെ നടുവിൽ മലകൾക്ക് ചുറ്റും പർവ്വതങ്ങൾ. അവിടെ ഒരു നഗരമുണ്ട്, ഒരു ചെറിയ പഴയൊരു നഗരം. അതിന്റെ പേരാണ് സെയിന്റ് കാതറിൻ സിറ്റി. സെയിന്റ് കാതറിൻ എന്ന് പറയുന്ന ക്രിസ്തീയ പുരോഹിതന്റെ പേരിലുള്ള ഒരു നഗരമുണ്ട്. അവിടെയാണ് സീനാ പർവ്വതമുള്ളത്. അവിടെയാണ് അല്ലാഹു മൂസ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ചു എന്ന് പറയുന്ന വൃക്ഷമുള്ളത്. ഒരു കള്ളിച്ചെടിയാണ്, ഒരു വള്ളിച്ചെടി. ഇന്നും അവിടെ ഉണ്ട്, പോയി കാണാൻ പറ്റും. നമ്മുടെ സ്പീച്ചിലൊക്കെ പറയാറുണ്ട്. നമ്മൾ പോയി കണ്ടിട്ടുണ്ട്, പോയ ഒരുപാട് ആൾക്കാരുണ്ട്, കണ്ടവരുണ്ടായിരിക്കും. ഈ സദസ്സിലുണ്ടാവും ചിലപ്പോൾ പോയൊരു. ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപ്പൊക്കിയാട്ടെ. പോയി കണ്ടില്ല? അള്ളാഹു കാണാൻ തൗഫീഖ് തരട്ടെ. അതൊക്കെ ഭയങ്കര ഇഷ്ടം. നമ്മൾ ഈ കഥയൊക്കെ പറയുമ്പോൾ ഇത് എവിടെ നടന്നാന്ന് തോന്നും. ഇതൊക്കെ ഭൂമി നടന്ന കഥയാണ്. സീനാ പർവ്വതം അവിടെ ഉണ്ട്, ഇന്നുണ്ട് അവിടെ. അള്ളാഹുവിന്റെ പ്രകാശം അള്ളാഹു തആല കാണിച്ചു കൊടുത്തൊരു പർവ്വതം. ആ പർവ്വതം ഇരുന്നുപോയി. അതിനെയാണ് ജബലുദ്ദക്ക എന്ന് പറയാം. ആ പർവ്വതം അവിടെ ഉണ്ട്. മുകളിൽ ചെറിയൊരു മെഹ്റാബ് പോലെ ചെറിയ പള്ളിയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാം. പർവ്വതം ഇരുന്നത്. വലിയ പാറമലകളാണ് അവിടെ. സീനാ പർവ്വതത്തിന്റെ താഴ്വരയിലാണ് ഈ ചെടിയുള്ളത്, കള്ളിച്ചെടി. ഫ്രം ദ സീക്രട്ട് ട്രീ, ആ പരിശുദ്ധമായ വൃക്ഷത്തിൽ നിന്ന് അള്ളാഹുവിന്റെ സംസാരം കേട്ടു എന്ന് പറയുന്നത്. ഇതുവരെ ഉണങ്ങിയിട്ടില്ല. മിനിമം 5000-ലേറെ കൊല്ലായിട്ടുണ്ടാവും. അതിൽ പച്ചപ്പ് ഇപ്പോഴുണ്ട്. വള്ളിച്ചെടിയാണ്, ഉണങ്ങിയതൊക്കെ ഉണ്ട്, പക്ഷെ എപ്പോഴും പച്ച നിലനിന്നുകൊണ്ട് അങ്ങനെ എവിടെയും കുത്തിയാൽ അത് ഉണ്ടാവില്ല. ഒരുപാട് അവിടുത്തെ ക്രിസ്തീയ പുരോഹിതൻ സംസാരിച്ചു. അവർ ഒരുപാട് ചർച്ചകൾ കൊണ്ട് അവർ ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഒരു അണ്ടർല അതൊരു ചർച്ചാണ്. അതിൻ്റെ ഉള്ളിലാണിത്. അവർ പറഞ്ഞു, ഈ കള്ളിച്ചെടി ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, എവിടെയും പിടിക്കണില്ല, ഉണങ്ങിപ്പോവാ. അത് അവിടെ ഉണ്ടാവുന്നുണ്ടോ? ആ താഴ്വരയിലുള്ള അവിടെ കിണറുണ്ട്. ആ കിണറ്റിൽ നിന്ന് മൂസ നബി അലൈഹിസ്സലാം വെള്ളം കുടിച്ചു എന്നാണ് ചരിത്രം. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പള്ളിയുണ്ട്. പിന്നെ അവിടെ മരിച്ചുപോയ പുരോഹിതന്മാരുടെ തലയോട്ടികൾ മാത്രമുള്ള റൂമുണ്ട്. ആ റൂമിൽ നിറയെ തലയോട്ടിയാണ്. ഉർഫത്തുൽ ജമാജിം എന്നാ പറയാം, തലയോട്ടികളുടെ റൂം എന്നാ. ഇന്നത്തെ അവിടുത്തെ വലിയ ശൈഖന്മാരുടെ തലയോട്ടികളാണ് അതൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു മ്യൂസിയം ഉണ്ട്.
ഇതൊക്കെ ഉള്ള ഒരു പഴയ ചർച്ചാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കടന്നു ചെന്നാൽ അള്ളാഹു മൂസ നബിയോട് സംസാരിച്ച ഈ വൃക്ഷം കാണാൻ പറ്റും. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സംസാരം കേൾക്കുകയാണ്. യഖ്ലഅന അലൈക, ചെരുപ്പഴിച്ചു വെക്കണം മൂസ നബിയെ. ഫഇന്നക ബിൽവാദിൽ മുഖദ്ദസി തുവാ, നിങ്ങൾ പരിശുദ്ധമായ തുവാ താഴ്വരയിലാണ് നിൽക്കുന്നത്, ചെരുപ്പഴിച്ചു വെക്കണം. വമാ തിൽക ബിയമീനിക യാ മൂസ, മൂസ നബിയെ കയ്യിലെന്താ ഉള്ളത്? അത് വടിയാണ്. ആ വടി ഇന്ന് തുർക്കിയിലെ ഇസ്തംബൂൾ മ്യൂസിയത്തിലെ, ഇസ്തംബൂൾ തുർക്കിയിലെ വലിയൊരു നഗരമാണ്, തലസ്ഥാനം അങ്കാറയാണ്. ഇസ്തംബൂളിലെ ടോപ്പ് കാപ്പി പാലസ് മ്യൂസിയം ഉണ്ട്. അവിടെ ചെന്നാൽ മൂസ നബി അലൈഹിസ്സലാമിന്റെ ഈ വടിയാണെന്ന് ചരിത്ര സൂക്ഷിപ്പായിട്ട് ഇന്ന് അവിടെ നിൽക്കുക. അത് മൂസ നബിന്റെ കയ്യിൽ വെച്ചാൽ മാത്രമേ പാമ്പാവുള്ളൂ, എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ആ വടി എന്ന് പറയുന്നത് അവിടെ മനോഹരമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തുർക്കി പോയാൽ കാണാൻ പറ്റും. എന്താ മൂസ നബിയെ കയ്യിലുള്ളത്? ഖാല ഹിയ അസ്വായ്, ഇതെന്റെ വടിയാണ് റബ്ബേ. അവിടെ നിർത്തിയാൽ മതി. പക്ഷെ അള്ളാഹിനോട് സംസാരിക്കാൻ അങ്ങോട്ട് കൊതി വന്നപ്പോഴേ മൂസ നബിയോട് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പറഞ്ഞ ചോദിക്കാത്തൊക്കെ പറഞ്ഞു. ഹിയ അസ്വായ അതവക്കഉ അലൈഹാ റബ്ബേ, ഞാൻ ക്ഷീണിക്കുമ്പോൾ ഈ വടിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചാരി നിൽക്കാറുണ്ട്. എന്റെ ആടുകൾക്ക് ഞാൻ ഇലകൾ പൊഴുതു കൊടുക്കാറുണ്ട് ഈ വടി ഉപയോഗിച്ചിട്ട്, എന്റെ ആടിനെ തിന്നാൻ. എനിക്ക് വേറെയും ഒരുപാട് ഉപകാരങ്ങൾ വടി കൊണ്ടുണ്ട് റബ്ബേ. അള്ളാഹ് അതൊന്നും ചോദിച്ചില്ല. എന്താ വടിന്റെ ഉപകാരം എന്ന് അള്ളാഹ് ചോദിച്ചിട്ടുണ്ടോ? അള്ളാഹ് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ വടിയെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അള്ളാഹുവിന്റെ സംസാരമാണ് ഈ കേൾക്കുന്നത് എന്നറിഞ്ഞപ്പോ മൂസ നബിയോട് പറഞ്ഞു. പിന്നെ കുറേ സംസാരിക്കും, ഇഷ്ടപ്പെട്ടവരെ കുറേ സംസാരിക്കില്ല, കുറേ സംസാരിച്ചു. മൂസ നബി അള്ളാഹിനോട്, റബ്ബേ എനിക്ക് നിന്നെ ഒന്ന് കാണിച്ചു തരുമോ? റബ്ബി അരിനീ അൻദുർ ഇലൈക, അല്ലാഹുവേ ഞാൻ മനുഷ്യനാണെന്ന നിലയിൽ ഈ ഭൂമിയിൽ വെച്ച് സൃഷ്ടാവായ നിന്നെ എനിക്ക് അങ്ങനെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എനിക്കറിയാം നിന്നെ ഇവിടെ വെച്ച് കാണാൻ പറ്റില്ല എന്ന്. പക്ഷേ നീ കാണിച്ചു തന്നാൽ എനിക്ക് കാണാമല്ലോ. അതുകൊണ്ട് റബ്ബി, എന്റെ രക്ഷിതാവേ, അരിനീ, നീ നിന്നെ എനിക്ക് കാണിച്ചു തരേണമേ. അങ്ങനെ മൂസ നബി ചോദിക്കണത്. എന്തല്ല ഞാനവിടെ നോക്കട്ടെ എന്നല്ല, അത് മൂസ നബിക്ക് അറിയാം, ഇവിടെ കാണൂല. പക്ഷെ അരിനി, നീയായിട്ട് റബ്ബേ അങ്ങയുടെ പരിശുദ്ധമായ പ്രകാശം എനിക്ക് അങ്ങ് കാണിച്ചു തരുകയാണെങ്കിൽ എനിക്ക് കാണാമല്ലോ. സനബിന്റെ വാക്ക് വളരെ സൂക്ഷ്മമായിട്ട് നോക്കണം. അത് കർക്കശമായ പ്രയോഗമാണത്. എന്തേ? നീ കാണിച്ചു തരണം റബ്ബേ, അല്ലാതെ എന്നെ കാണാൻ പറ്റൂല. അൻദുർ ഇലൈക്, നിന്നിലേക്ക് എനിക്കൊന്ന് നോക്കാനാണ്, എനിക്കൊന്ന് കാണിച്ചു തരണേ. അല്ലാഹുവിന്റെ മറുപടി എന്താണ്? ലൻ തറാനി, മൂസ നബിയെ അങ്ങ് മനുഷ്യരായിട്ട് ഇവിടെ നിലനിൽക്കെ, അങ്ങയുടെ മനുഷ്യത്വം അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കെ, ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല. അല്ലാഹ് പറഞ്ഞ മറുപടി എന്തല്ല? എന്നെ കാണപ്പെടുകയില്ല എന്നല്ല. അങ്ങനെയാണെങ്കിൽ ലൻ ഉറാ, അങ്ങനെ മറുപടി വരിക. എന്നെ ആർക്കും കാണാൻ പറ്റൂല, അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല. ഇപ്പോ ആഖിറത്ത് കാണാൻ പറ്റൂല, ഇവിടെ കാണാൻ പറ്റൂല, ദുനിയാവിൽ കാണാൻ പറ്റൂല. എന്നാലും മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ലാഹുവേ ഒന്ന് കാണിച്ചു തരുമോ, ഒന്ന് കാണിച്ചു തരുമോ? വാശി പിടിച്ചു മൂസ നബി അലൈഹിസ്സലാം. അപ്പൊ അല്ലാഹുവിന്റെ മറുപടി എന്താ? ജബലുദ്ദക്ക, ആ പർവ്വതത്തിലേക്ക് നോക്ക്. മൂസ നബി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫൻദുർ ഇലൽ ജബൽ, ആ പർവ്വതത്തിലേക്ക് നോക്കിക്കോളൂ. ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ പർവ്വതം അവിടെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ, അനങ്ങാതെ ആ പർവ്വതം അവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. മൂസ നബിയെ, നിങ്ങളുടെ ശരീരത്തെക്കാൾ എത്ര ഉറപ്പുള്ളതാണ് ഒരു മല എന്ന് പറയുന്നത്. ഈ കുന്ന് നമ്മളെക്കാളും ഉറപ്പുള്ളല്ലേ? നമ്മളിപ്പോ കാറ്റടിച്ചാൽ പാറും, കുന്ന് പാറൂല. പർവ്വതം എന്ന് അവിടെ ഏറ്റവും ഉയരമുള്ള സീനാ മലയുടെ അടുത്തുള്ള ജബലുദ്ദക്കയിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. ആ പർവ്വതത്തിലേക്ക് നോക്കൂ മൂസ നബിയെ. അത് അവിടെ തന്നെ നിലനിന്നാൽ
അള്ളാഹുവിന്റെ തജല്ലി, റബ്ബിന്റെ പരിശുദ്ധമായ പ്രകാശത്തിന്റെ ഒളിമ ആ പർവ്വതത്തിലേക്ക് നീങ്ങുകയാണ്. റബ്ബിനെ അല്ല കാണുന്നത്, റബ്ബിന്റെ പ്രകാശം നീങ്ങുന്ന ഒരു സാധനം അതുപോലും അവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. فلما تجلى ربه للجبل جعله دكا وخر موسى صعقا. ഒരു ഉറുമ്പിന്റെ കാലിനോളം വരുന്ന ചെറിയ ഒരു പ്രകാശത്തിന്റെ കണികയാണ് ആ ജബലുദ്ദക്കയിലേക്ക് കടക്കുന്നത്. ആ പ്രകാശം സ്വീകരിക്കുന്ന പർവ്വതം പോലും പൊടി പൊടിഞ്ഞു പോയപ്പോ മൂസ നബി അലൈഹിസ്സലാം അത് കണ്ടു നിൽക്കാൻ കഴിയാതെ ബോധം കെട്ട് വീണുപോയി. സീനാ താഴ്വരയിൽ നോക്കിയാൽ നമുക്ക് ആ പർവ്വതം കാണാൻ പറ്റും. ആ പർവ്വതം ഇരുന്നൊക്കെയാണ്, അങ്ങോട്ട് ഇരുന്ന പോലെ കാണാൻ പറ്റും. അതിന്റെ പുറത്തൊക്കെ വലിയ വലിയ മലകളാണ്. ഈ പർവ്വതം കണ്ട് ചതഞ്ഞിരിക്കുകയാണ്. ജബലുദ്ദക്ക എന്ന് പറയും. അവിടെ കുറെ കാട്ടറബികളാണുള്ളത്. അതിന്റെ കഥ പറഞ്ഞു തരും. ജബലുദ്ദക്ക. ആ പ്രകാശം പർവ്വതത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മൂസ നബിയെ നിങ്ങളുടെ ശരീരത്തിലേക്കാണ് ഇത് വരുന്നതെങ്കിൽ എന്താകും നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ? അല്ലാഹു ചെയ്ത നിഅമത്താണ്. മൂസ നബിയെ തടിക്കത് കൊടുത്തില്ല, പർവ്വതം കൊണ്ട് കാണിച്ചു കൊടുത്തു. അതവിടെ നിലനിന്നില്ല. എന്നാ പിന്നെ മൂസ നബിയെ ഇവിടെ വെച്ച് കാണാൻ പറ്റൂല, നിങ്ങൾക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റില്ല, അള്ളാഹിനെ ഒരിക്കലും കാണാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. അങ്ങനെയായിരുന്നുവെങ്കിൽ അല്ലാഹ് പറയുന്നത് ലൻ ഉറാ, അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ മനുഷ്യരുടെ ഹബീബായ നബി തങ്ങളുടെ ബശരീയത്ത് എന്ന് പറയുന്ന തങ്ങൾ മനുഷ്യരാണ് എന്ന സ്വഭാവത്തിൽ നിന്ന് തങ്ങളുടെ ശരീരത്തെ അള്ളാഹു മലക്കിയത്തിലേക്ക് മാറ്റിയിട്ടാണ് അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തിനെന്നറിയോ? ലിനുരിയഹു റബ്ബി അരിനി എന്നാ മൂസ നബി ചോദിച്ചത്. എനിക്ക് നീ കാണിച്ചു താ റബ്ബേ. ലിനുരിയഹു, ഹബീബിനെ ഞാൻ കാണിച്ചു കൊടുക്കാൻ. അള്ളാഹ്ക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. ലാ തുദ്രികുഹുൽ അബ്സ്വാർ, കണ്ണുകൾക്കാർക്കും കണ്ടെത്താൻ കഴിയാത്തവനാണ് അല്ലാഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നമ്മുടെ ഈ ചെറിയ കണ്ണുകൊണ്ട് ഇവിടെ വെച്ച് കാണണമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മഹത്വം നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന വിധം ചെറുതായി വരണമെന്നല്ലേ പറയണത്. അപ്പൊ അള്ളാഹിനെ ചെറുതാക്കലാണ്. എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റണം. എന്റെ കണ്ണെന്ന് പറഞ്ഞ ഈ ചെറിയ 2 ബോളാണ് അല്ലേ. ഇതിന്റെ മുമ്പിൽ അള്ളാഹ് കാണുന്നത് എന്ത് വാശിയപ്പതൊക്കെ. കുട്ടി വെറുതെ പറയാ വാപ്പാനെ കാണും, വാപ്പ ഗൾഫിൽ, എന്റെ വാപ്പ ഇപ്പൊ ഞാനിപ്പോ എന്റെ കളിക്കോപ്പിന്റെ ഉള്ളിലേക്ക് വാപ്പ ഇറങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? ഒരു ഉദാഹരണം പറയാം. വാപ്പാനേല് കൊള്ളൂല. കുട്ടി പറയും എന്റെ മുമ്പിൽ ഇങ്ങനെ വാപ്പ വന്നിരിക്കണം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല മനുഷ്യ റബ്ബിന്റെ സൃഷ്ടികളാണ്, അള്ളാഹിന്റെ പടപ്പുകളാണ് നമ്മളും ഈ പ്രപഞ്ചവും മുഴുവനും. അള്ളാഹു അവന്റെ സൃഷ്ടികളുടെ സ്വഭാവം പോലെയല്ല. മുഖാലിഫുൽ ലിൽ ഹവാദിസ്, ഇത് റബ്ബിന്റെ വിശേഷണങ്ങൾ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കേണ്ടതാണത്. ആ റബ്ബിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണത്തക്ക വിധം അള്ള ചെറുതായി വരണമെന്നാണോ എന്റെ റബ്ബിനെ കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നതിനർത്ഥം? ഇതെങ്ങനെയെന്നറിയോ? ഈ ബിൽഡിങ്ങിന്റെ വേറെ ഏതോ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് തീ കത്തിയിട്ട് പുക ഉയരുന്നുണ്ടോ എന്ന് സങ്കല്പിക്കാം. കറുത്ത പുക വരുന്നുണ്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന്. അപ്പൊ നമ്മള് കാണുമ്പോ തന്നെ പറയും അത് അവിടെ തീ പിടിച്ചിട്ടുണ്ട്, പുക പോകുന്ന കാണുന്നുണ്ട്. സംഗതി നടക്കുന്ന കീഴ്ശ്ശേരിയിലായിരിക്കാം, അല്ലെങ്കിൽ അരീക്കോട് അങ്ങാടിയിലായിരിക്കാം. പക്ഷെ നമ്മൾ പുക കാണുമ്പോ അവിടെ തീ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുത്തം വരെ അത് വെറും പുകയാണ്, അതിന് തീയൊന്നും ഉണ്ടാവില്ല, വെറുതെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? അതാണ് ഈ പ്രപഞ്ചം മുഴുവന് മുമ്പിലുണ്ടായിരിക്കെ ഇതിനൊരു പടച്ചോൻ ഇല്ല എന്ന് പറയുന്നതിന്റെ മൗഢ്യം. അപ്പം പറ ഞാൻ കാണില്ലല്ലോ തീ, അവനെ പിടിച്ച് കൊണ്ടേ കാണിച്ചു കൊടുത്താൽ അവന് ബോധ്യപ്പെടും. ഇവിടുന്ന് കണ്ട അവന് തിരിയുന്നില്ല. അങ്ങനത്തെ മനുഷ്യന് ബുദ്ധി ഉണ്ടെന്നോ ഇല്ല നമ്മൾ വിധി എഴുതാ. എന്താ വിധി എഴുതാ? ഉണ്ടെന്നാണോ ഇല്ല എന്നാണോ പറയാ? ഒരു സബബ് കണ്ടാൽ അതിന്റെ മുസബ്ബിബുണ്ട്, ഒരു ആക്ഷൻ കണ്ടാൽ അതിനൊരു കോസ് ഉണ്ട്, ഒരു ഇഫക്റ്റ് കണ്ടാൽ അതിനൊരു കാരണമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വല്ല കഴിവ് വല്ല ബുദ്ധി വേണോ? ഇവിടെ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇത് വെറുതെ ഉണ്ടായതാ പറയാം. ഒരാൾ ഇവിടെ ഒച്ചിട്ടല്ലേ ശബ്ദം കേൾക്കുന്നത്? അവർ ശബ്ദം അത് വെറുതെ വന്നതാ, പിന്നെ ഒച്ച അത് വെറുതെ വന്നതാ, ആരും വേണ്ടത് വെറുതെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധികേടാണോ. ഇതാണ് ഇപ്പൊ യുക്തിവാദം എന്ന് പറഞ്ഞിട്ട് യുക്തിയുള്ള വാദമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന സംഭവത്തിന്റെ അടിസ്ഥാനം ഇതാണ്. സംഗതി യുക്തിരാഹിത്യമാണ്, യുക്തി ഇല്ലായ്മയാണ് അല്ലെ. അല്ലാഹു തആല ഇതൊക്കെ പടച്ചിട്ട് ആരാ ഈ മണ്ണൊക്കെ എവിടുന്ന് കൊണ്ടുവരും?
ഇതൊക്കെ ഒന്ന് ലോറിയിൽ മണ്ണടിച്ചാൽ മനസ്സിലാവും എത്ര ലോഡ് മണ്ണായി കിടക്കണത്. ഇതൊക്കെ എവിടുന്ന് അള്ളാഹു ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയത്. നമുക്ക് കോരി അപ്പുറത്ത് കൊണ്ടുപോയിടാനേ പറ്റുള്ളൂ. അതില്ലായ്മ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമുക്കായിട്ട് ഇല്ലായ്മ ഉണ്ടാക്കാൻ പറ്റുമോ? അതും പറ്റില്ല. മനുഷ്യന്റെ ശരീരം, ഒരു കുഞ്ഞിന്റെ ദേഹം, ഒരു ആടിൻകുട്ടിയുടെ, ഒരു പക്ഷിയുടെ ശരീരം, അതിന്റെ ജീവക കോമ്പോണന്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ സയൻസ് പറഞ്ഞുതരും. എന്നാൽ അതൊക്കെ ഇട്ടിട്ട് നമുക്കൊരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ഡോളൻ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പറയും നമ്മള് പിന്നെ യന്ത്രമനുഷ്യന്മാരുണ്ടാക്കുന്നുണ്ടല്ലോ. ബാറ്ററി തീർന്നോക്കണ്ടേ? ഒരു അനങ്ങൂല. ചാർജ് ചെയ്യേണ്ടതിനൊക്കെ ബാറ്ററി തീർന്ന യന്ത്രമനുഷ്യന് പറയാൻ പറ്റും എന്റെ ചാർജ് പോയി നോക്കണം, ചാർജ് പ്ലഗ് കുത്തി തരണേ. അത് ജീവുള്ള മനുഷ്യൻ പോയി പ്ലഗ് കുത്തി കൊടുക്കണം. അപ്പോഴേ പിന്നെ മൂപ്പർക്ക് നടക്കാൻ പറ്റുള്ളൂ. റോബോട്ടുകൾക്ക് മനുഷ്യൻ എന്തൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ കഴിവിനോളം ഈ ജീവൻ എവിടെ നിന്ന് കിട്ടി? ഈ പ്രപഞ്ചം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്ന റബ്ബ്, ഇതിന്റെ വലുപ്പം, നമ്മുടെ ഭൂമി എത്ര വലുതാലോചിച്ച് നോക്കി, എത്ര വലുതാണ്. ഗൂഗിൾ മാപ്പ് കൊടുത്തിട്ട് നമ്മളിപ്പോ ഒരു ഇന്ത്യ നോക്കിയാൽ കേരളം തന്നെ കാണുള്ളൂ. പിന്നെ സൂം ചെയ്താൽ മലപ്പുറം ജില്ല കാണൂല. പിന്നെ സൂം ചെയ്താൽ കൊണ്ടോട്ടി, എന്നിട്ട് വേണം പരിസരത്ത് അരീക്കോടും നമ്മൾ വമ്പാടും ഇടവണ്ണി മഞ്ചേരിയൊക്കെ തപ്പി നോക്കാൻ. അപ്പോഴേ നമ്മൾ വാക്കാലൂരൊക്കെ കിട്ടുള്ളൂ. എന്നിട്ടൊന്ന് സൂം ചെയ്ത് എത്ര വലുതാണ് അള്ളാഹുവിന്റെ ഭൂമി. ഈ ഭൂമിയെക്കാളും 1,00,000 വലുപ്പം കൂടുതലുള്ള സാധനമാണ് സൂര്യൻ എന്ന് പറഞ്ഞ സാധനം. 1,00,000 ഭൂമിയെ സൂര്യന്റെ ഉള്ളിൽ കൊണ്ടുപോയേക്കാൻ പറ്റും. 1,00,000 ഭൂമിയെ, ഇന്ത്യയല്ല, ഭൂമിയെ. അത്ര വലുതാ സൂര്യൻ. ഇങ്ങനത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള ലോകമാണ്. ഇതൊക്കെ പടച്ച റബ്ബ് നമ്മളെ ഈ ചെറിയ 2 കണ്ണിന്റെ മുമ്പിൽ വരണം എന്ന് ശാഠ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ അളമത്തിനെ, പടച്ചതമ്പുരാന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തലല്ലാതെ എന്താ? മനുഷ്യന്റെ അഹങ്കാരല്ലേ ഇത്? എന്റെ കണ്ണുകൊണ്ട് എന്തായി കണ്ണ്? ഭൂതകണ്ണയുടെ അത്ര വലുപ്പുണ്ടോ? ഇല്ല. എന്നിട്ട് പറയാ എന്റെ കണ്ണിൽ കണ്ടതേ ഞാൻ വിശ്വസിക്കൂ. ഇതിന് പറയാം നമ്മൾ പേരിട്ട് വിളിക്കുക യുക്തിവാദം. ഞാൻ പറയുന്നത് യുക്തി ഇല്ലാത്ത വാദമാണ്. ഈ ചെടിയും മരങ്ങളൊക്കെ ഇവിടെ നിന്നുണ്ടായി. ഒരു സ്രഷ്ടാവുണ്ടായി എന്ന് പറയണ്ടേ? അള്ളാന്ന് പേര് വിളിക്കണ്ട. ഒരു പടച്ചവനുണ്ടെന്ന് പറയണ്ടേ? വെറുതെ ഉണ്ടായിന്ന് പറയാൻ പറ്റുമോ? നത്തിങ് ക്യാൻ കം ഔട്ട് ഓഫ് നത്തിങ്. ഇത് ഏത് കുട്ടിക്കാ തിരിയാത്തത്? ഒരു സാധനം വെറുതെ ഉണ്ടാവില്ല. അവിടെ ഒരു കാരണം വേണം. ആ കാരണമാണ് അള്ളാഹ് എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങൾ എന്ത് പേരിട്ടാലും കുഴപ്പമില്ല, ഒരു പടച്ചവനുണ്ടെന്ന് വിശ്വസിക്കണ്ടേ? അത് അടിസ്ഥാനമല്ലേ? ഖുർആൻ ചോദിക്കുകയാണ്, എന്തൊരു വലിയ മൗഢ്യമാണ്, അള്ളാഹുവിനെ നിഷേധിക്കുകയാണോ? പടച്ചതമ്പുരാൻ ഇല്ലെന്ന് പറയാണോ? ഖുർആൻ ചോദിക്കുകയാണ്. മനുഷ്യൻ അത് പറയുന്നത് ഭയങ്കര അത്ഭുതല്ലേ? ആ റബ്ബ് തആലയെ, അള്ളാഹുവിനെ കണ്ണുകളെ കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയില്ല. എന്നാൽ വഹുവ യുദ്രികുൽ അബ്സാർ, കണ്ണുകളെ കീഴ്പ്പെടുത്തുന്നവനാണ് അല്ലാഹു. വഹുവൽ ലതീഫുൽ ഖബീർ. ഹബീബായ നബി തങ്ങൾക്ക് ആ അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തെ മനുഷ്യരുടെ സ്വഭാവങ്ങളിൽ നിന്ന് മാറി മലക്കൂത്ത് സമായിൽ കൊണ്ടുപോയി മലായിക്കത്തിന്റെ പ്രകൃതങ്ങളെക്കാളും ഉന്നതമായ സ്വഭാവത്തിലേക്ക് ഹബീബിന്റെ ജസദിനെ, നബി തങ്ങളുടെ ജസദിനെ അല്ലാഹു മാറ്റിയതിന് ശേഷമാണ് ബഹറുൻ നൂറിനെ പുറത്തേക്ക് പോകുന്നത്. അതുവരെ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ ഉണ്ട്. അങ്ങനത്തെ നിബിതങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അൽ കുബ്ര, കുബ്രയായ ഒരു ദൃഷ്ടാന്തം നിബിതങ്ങൾ കണ്ടു. റബ്ബ് തആലയെ കണ്ടു എന്ന് പറയുന്നതിൽ എന്താ വിശ്വസിക്കാൻ പ്രയാസമുള്ളത്? ഹബീബായ നിബിതങ്ങൾ അള്ളാഹുവിന്റെ ഹളറത്തിൽ എത്തുന്നത് ഖദീജ ബീവിയുടെയും അബൂ ത്വാലിബിന്റെയും വഫാത്തിന് ശേഷം ത്വായിഫുകാരെ ഹബീബിനെ കല്ലെറിഞ്ഞോടിച്ച് നിബിതങ്ങളുടെ മുമ്പിൽ എല്ലാ അസ്ബാബുകളും മുറിഞ്ഞു പോയതിനു ശേഷം മുസബ്ബിബായ അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് റബ്ബ് തആല ഹബീബിനെ കൊണ്ടുപോയ യാത്രയാണിത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വമാ ജഅൽന റുയല്ലതി യറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്. ഇസ്രാ മിഅ്റാജിന്റെ കഥ കേട്ടുകൊണ്ട് 12 ആളുകൾ ഇസ്ലാമിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. 12 ആളുകൾ. എന്തുകൊണ്ട്? അവര് പറഞ്ഞു, ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റൂല. ഇതൊരു സ്വപ്നമായിരുന്നുവെങ്കിൽ, ഇതൊരു ആത്മീയ യാത്രയായിരുന്നുവെങ്കിൽ ആർക്കെങ്കിലും പരീക്ഷണമുണ്ടോ? സ്വപ്നത്തിൽ നമ്മൾ എവിടെയൊക്കെ പോകും? സ്വപ്നത്തിൽ എവിടെയൊക്കെ പോകും? വാക്കാലൂരുന്നുണ്ട് നമ്മൾ അമേരിക്ക വരെ പോയി വരൂലേ? വരും. ആരെങ്കിലും എന്തേലും പറയോ? സ്വപ്നല്ലേ, പോകാലോ. പുണ്യനബിതങ്ങൾ അവരോട് പറഞ്ഞിരുന്നത് ഞാൻ സ്വപ്നത്തിൽ പോയി എന്നായിരുന്നുവെങ്കിൽ ഇതൊരു ഫിത്നയല്ല, പരീക്ഷണമല്ല. 12 ആള് എന്തിന് ഇസ്ലാം എന്ന് പുറത്തു പോകണം? എന്നാൽ തങ്ങൾ പറഞ്ഞത് അസ്റാബി അബ്ദിഹി, പരിശുദ്ധമായ ശരീരത്തോടെ, റൂഹോടെ. ഇതൊരു സൂപ്പർ നാച്ചുറൽ സംഭവമാണ്. ദിസ് ഈസ് നോട്ട് എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾ. ഈ ഒരു മഹാത്ഭുതത്തെ ഒരു മുഅ്മിന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. സുബ്ഹാന, ആരാണെന്ന് മനസ്സിലായാൽ
അതുകൊണ്ട് അല്ലാഹ് സുബ്ഹാനല്ലദി അസ്റ, ഇത് അല്ലാഹ് ചെയ്ത പണിയാണ്. ഇത് വിശ്വസിക്കാൻ പറ്റുന്നവർ ഇതിന്റെ ഉള്ളിൽ ഇരുന്നാൽ മതി, അല്ലാത്തൊരു വയ്ക്കോ. അതുകൊണ്ടാണ് ഈ പരിശുദ്ധമായ സംഭവം ഓരോ വർഷവും നമ്മൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ടും ആചരിച്ചുകൊണ്ടും അതിന്റെ കഥ പറഞ്ഞും ചരിത്രം പഠിച്ചുകൊണ്ടും നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലെ അത്ഭുതകരമായ സംഭവമാണ്. അല്ലാഹു നേരിട്ടാണ് കൊടുക്കുന്നത്. 5 വക്ത് നിസ്കാരം 50 കൊടുത്തു. ആദ്യം 50 കൊടുത്തു, അത് 5ആയി ചുരുങ്ങി. എന്നാൽ അല്ലാഹുക്ക് ആദ്യമേ 5 കൊടുത്തുകൂടായിരുന്നോ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും വലിയ ഒരു സ്വഭാവ ഗുണമാണ് അവിടെ കാണേണ്ടത്. നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ അള്ളാഹുവിന് ആദ്യം 5 കൊടുത്താൽ പോരായിരുന്നോ? ഇത് മൂസാ നബിയുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ 9 തവണ പുണ്യനബി തങ്ങളുടെ യാത്രയുണ്ടായി 5ആയി ചുരുങ്ങുമെന്ന് അള്ളാഹ്ക്ക് അറിയൂലേ? പിന്നെ എന്തിനാ അങ്ങനെ സംഭവിച്ചത്? അതിന്റെ മറുപടിയാണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആശയം. മുഅ്മിനീങ്ങളെ, വിശ്വാസിനികളെ, ഇസ്ലാമിന്റെ ഒരു നിയമത്തിന് 2 അനുസരണ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. 2 എണ്ണം. 1, ഇത് അള്ളാഹുവിന്റെ നിയമമാണെന്ന് അംഗീകരിക്കണം. 2, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞതാണെങ്കിൽ അത് ചെയ്തു കാണിക്കണം. ഉദാഹരണം, മയക്കുമരുന്ന് പറ്റൂല എന്ന് പറഞ്ഞു, അത് ഹറാമാണ് എന്ന വിഷയം നമ്മൾ അംഗീകരിക്കണം. ഒരാൾ പറഞ്ഞു അതൊക്കെ ഹലാല, വെറുതെ പറയല്ലേ, ഇസ്ലാം ഒന്ന് പുറത്തു പോകും. ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കണം. നേരെ മറിച്ച് ഒരാൾ പറഞ്ഞു എനിക്കിത് നിർത്താൻ പറ്റണില്ല, ഞാൻ നോക്കിക്കോളാം, പക്ഷെ ഞാനിപ്പോ ആ പരിപാടിയിൽ തന്നെയാണ് മുന്നോട്ട് പോണത്, പക്ഷെ അത് ഹറാമൊക്കെ തന്നെയാണ്, എന്നെ കൊണ്ട് പറ്റണില്ല. അവൻ തെറ്റുകാരനായ ഒരു മുഅ്മിനാണ്. മുഅ്മിനുൻ ആസ്വിൻ എന്നാ പറയാ. നേരെ മറിച്ച് ഒരാൾ ഇത് തെറ്റാണെന്ന് അംഗീകരിക്കാതിരുന്നാൽ അയാൾ കാഫിറാണ്, ഇസ്ലാം എന്ന് ഓർത്താണ്. ശറഇന്റെ നസ്സുകൊണ്ട് സ്ഥിരപ്പെട്ട ഒരു സംഭവം ഒരാൾ നിഷേധിച്ച. നിസ്കാരം നിർബന്ധമാണ്. ഒരാൾ പറയും എനിക്ക് നിസ്കരിക്കാൻ ഇപ്പൊ പറ്റണില്ല, ഞാനിപ്പോ അന്ന് കൊറോണ കാലത്ത് നിർത്തിയത്, അപ്പൊ പിന്നെ തുടങ്ങിയിട്ടില്ല എന്നൊരുത്തം പറയുമ്പോ നിസ്കാരം നിർബന്ധം തന്നെയാണ്, പക്ഷെ എന്റെ മടി കൊണ്ട് എനിക്ക് ആവണില്ല എന്ന് പറഞ്ഞാൽ അവൻ മുഅ്മിനാണ്, തെറ്റുകാരനായ മുഅ്മിനാണ്. നേരെ മറിച്ച് അത് നിർബന്ധമൊന്നുമില്ലടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്താണ്. പിന്നെ മുസ്ലിമീങ്ങളുടെ മക്ബറയിൽ പോലും ഒരു മറവ് ചെയ്യാൻ പറ്റൂല. എന്തേ? അള്ളാഹുവിന്റെ